ഹലോ എവറി വൺ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. ഇത് നമ്മൾ പ്രോട്ടീൻസിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ അമിനോ ആസിഡിനെ പറ്റി പഠിച്ചില്ലേ, അതായത് ഏതൊക്കെ അമിനോ ആസിഡ് ഉണ്ട്, അവരുടെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, അതായത് കഴിഞ്ഞ വട്ടത്തെ എക്സാമിന് ഈ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അമിനോ ആസിഡിൻ്റെ ഓരോ ക്ലാസ്സസ് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അമിനോ ആസിഡ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ ഫസ്റ്റ് നമുക്ക് അവരുടെ കോൺഫിഗറേഷൻ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിനകത്തുള്ള ആറ്റംസ് ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം ഒന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അമിനോ ആസിഡ്സ് എന്താണെന്നും പല ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനകത്തുള്ള ആറ്റംസ് സ്പേഷ്യലി എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ അതിനെയാണ് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറയാം. അപ്പം അമിനോ ആസിഡിൽ നമ്മൾ എല്ലാ അമിനോ ആസിഡ് 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്കറിയാം അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് കാണും, പിന്നെ എന്ത് കാണും, ഒരു അമിനോ ഗ്രൂപ്പ് കാണും അല്ലേ, അമിനോ ഗ്രൂപ്പ് കാണും. കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും കാണും, അമിനോ ഗ്രൂപ്പും വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എന്നിട്ട് ഇവിടെ എന്ത് കാണും, ഒരു H വരുന്നുണ്ട്, പിന്നെ ഒരു സൈഡ് ചെയിൻ വരുന്നുണ്ട്. സോ ഇതാണ് ഒരു അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതിൽ ഓരോ ആൾക്കാരും എങ്ങനെയാണ് സ്പേസിൽ അറേഞ്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുക. അപ്പം എല്ലാ അമിനോ ആസിഡിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഗ്ലൈസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഗ്ലൈസിൻ എങ്ങനെയാണ്, ഇത് ഈ കാർബണിലോട്ട് അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, H ഉണ്ട്, പിന്നെ സൈഡ് ചെയിൻ ആയിട്ട് ഒരു H തന്നെയാണ്, പിന്നെ COOH. അപ്പോൾ ഇവർക്ക് നോക്കിക്കേ, ഇത് രണ്ടും എന്താണ്, സെയിം ആയിട്ടുള്ള ഹൈഡ്രോജൻ അല്ലേ രണ്ടിടത്തും വന്നിരിക്കുക. സോ അങ്ങനെ വരുമ്പോൾ ഈ കാർബൺ എന്തായിരിക്കില്ല, കൈറാൽ കാർബൺ ആയിരിക്കില്ല, അല്ലെങ്കിൽ അസിമെട്രിക് കാർബൺ ആയിരിക്കില്ല. സോ ഗ്ലൈസിൻ ഒഴിച്ച് ബാക്കി എല്ലാ അമിനോ ആസിഡിലും എന്തായിരിക്കും, കൈറാലിറ്റി അവർ കാണിക്കാറുണ്ട്. 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഗ്ലൈസിനിൽ എന്താണ്, ഈ സൈഡ് ചെയിനും അതേപോലെ ഹൈഡ്രോജനും സെയിം തന്നെയാണ്. സോ അങ്ങനെയുള്ള എല്ലാ അമിനോ ആസിഡിൻ്റെയും ആൽഫ കാർബൺ എന്ന് പറയുന്നത് എന്താണ്, കൈറാൽ കാർബൺ അല്ലെങ്കിൽ കൈറാൽ സെൻറ്റർ ആയിരിക്കും. അപ്പോൾ ഗ്ലൈസിൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും എന്തുണ്ട്, കൈറാൽ സെൻറ്റർ വരുന്നുണ്ട്. സോ ഇതിൽ ഈ കൈറാൽ സെൻറ്ററിൽ ചുറ്റിനുമുള്ള ആൾക്കാരെ അറേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് സ്റ്റീരിയോ ഐസോമറിസം കാണിക്കാറുണ്ട്. സ്റ്റീരിയോ ഐസോമറിസം അവർ കാണിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടില്ലേ സ്പേസിലുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് സ്റ്റീരിയോ ഐസോമറിസം എന്ന് നമ്മൾ പറയാം. സോ അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ അറേഞ്ച്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം. സോ ദർ ആർ 2 പോസിബിൾ സ്റ്റീരിയോ ഐസോമറിസം ആണ് അമിനോ ആസിഡ്സിന് ഉള്ളത്. സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മിറർ ഇമേജ് ആണ്, ബട്ട് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജ് ആണ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അത് തന്നെ 2 ഫോംസിലാണ് വരുന്നത്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, എനാൻഷ്യോമേഴ്സ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും, എനാൻഷ്യോമേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ സ്റ്റീരിയോ ഐസോമേഴ്സം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കൈറാൽ മോളിക്യൂളിൻ്റെ ആ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് എന്നുള്ളത് അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സിസ്റ്റമാണ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ ഈസ് DL സിസ്റ്റം. എന്താണ് DL സിസ്റ്റം? DL എന്ന് പറയുമ്പോൾ D അമിനോ ആസിഡും L അമിനോ ആസിഡും, അതാണ് D അമിനോ ആസിഡ് ആൻഡ് L അമിനോ ആസിഡ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റെഫറൻസ് മോളിക്യൂൾ വെച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഗ്ലിസറാൾഡിഹൈഡ് ആണ്. 3 കാർബൺ ആയിട്ടുള്ള ഒരു ആൽഡോസ് ആണ് എന്ത്, ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലിസറാൾഡിഹൈഡ് നമ്മൾ നോക്കും. സോ ഹിയർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ ഇതാണ് ഗ്ലിസറാൾഡിഹൈഡ്. അപ്പോൾ ഗ്ലിസറാൾഡിഹൈഡിൽ എങ്ങനെയാണോ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതായത് ഈ കൈറാൽ സെൻറ്റർ, ദിസ് ഈസ് ദ കൈറാൽ സെൻറ്റർ, അതിന് ചുറ്റിനും ആറ്റംസ് എങ്ങനെയാണ്, മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതേപോലെയാണോ അമിനോ ആസിഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കും. ഇവിടെ നമ്മൾ OH എന്ന് കാണിക്കുന്നില്ലേ, നമ്മൾ പറയില്ലേ OH റൈറ്റിലോട്ടാണെങ്കിൽ, ഗ്ലിസറാൾഡിഹൈഡിൽ OH റൈറ്റിലോട്ടാണെങ്കിൽ അതിനെ നമ്മൾ D ഗ്ലിസറാൾഡിഹൈഡ് എന്നും, OH ലെഫ്റ്റിലോട്ടാണെങ്കിൽ അതിനെ നമ്മൾ L ഗ്ലിസറാൾഡിഹൈഡ് എന്നും പറയും. അപ്പോൾ ഇവിടെ നമുക്ക് OH നോക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എന്താണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് അമിനോ ഗ്രൂപ്പ് ആയിരിക്കും നോക്കാം. ഇഫ് ദ അമിനോ ഗ്രൂപ്പ് ഇസ് ലെഫ്റ്റ് സൈഡിലോട്ടാണോ ഉള്ളത് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടാണോ ഉള്ളെങ്കിൽ അത് D അമിനോ ആസിഡ് ആയിരിക്കും. ഇഫ് ദ അമിനോ ഗ്രൂപ്പ് ഇസ് പ്രൊജക്റ്റഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്, അതെന്തായിരിക്കും, L അമിനോ ആസിഡ് ആയിരിക്കും. സോ ഇതിനെയാണ് DL സിസ്റ്റം എന്ന് പറയാം.
അപ്പോൾ ഇതാണ് ഒരു എനാൻഷ്യമർ, ഡി ആൻഡ് എൽ അമിനോ ആസിഡ്. അപ്പം ഫസ്റ്റ് സിസ്റ്റമാണ് ഡി എൽ സിസ്റ്റം. ഇവിടെ നമ്മളൊരു റെഫറൻസ് മോളിക്യൂൾ വെച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഗ്ലിസറാൾഡിഹൈഡ്. ഗ്ലിസറാൾഡിഹൈഡിൽ OH റൈറ്റ് സൈഡിലാണെങ്കിൽ അതെന്താണ്? ഡി ആണ്. OH ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ എൽ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ OH പകരം ആരെ എടുക്കും? അമിനോ ഗ്രൂപ്പ് NH2 റൈറ്റ് സൈഡിലാണെങ്കിൽ അതെന്താണ്? ഡി അമിനോ ആസിഡും. NH2 ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അതെന്താണ്? എൽ അമിനോ ആസിഡും ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് ഡി എൽ സിസ്റ്റം. അപ്പോൾ നമ്മൾ റൈബോസോമലി ഫോം ചെയ്യുന്ന എല്ലാ പ്രോട്ടീൻസും എന്താണ്? എൽ കോൺഫിഗറേഷൻ ആണ് കാണിക്കുന്നത്. എൽ അമിനോ ആസിഡ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഡി അമിനോ ആസിഡ് ആൻറ്റിബയോട്ടിക്സിലും അതേപോലെ പെപ്റ്റിഡോഗ്ലൈക്കനിലും ഒക്കെയാണ് ഡി കോൺഫിഗറേഷൻ വരുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ പറയില്ല, അതിനകത്ത് സൈഡ് ചെയിനിൽ അമിനോ ആസിഡ്സ് ലിങ്ക് ചെയ്യുന്നുണ്ടെന്ന്. സോ അതെന്തായിരിക്കും? ഡി ഫോമിലായിരിക്കും വരിക പെപ്റ്റിഡോഗ്ലൈക്കനിൽ. ക്ലിയർ? അപ്പോൾ ഡി എൽ സിസ്റ്റം നോക്കിക്കേ, ഇവിടെ എങ്ങനെയാണ്? നമ്മളൊരു റെഫറൻസ് ആറ്റം അല്ലെങ്കിൽ റെഫറൻസ് മോളിക്യൂൾ കാണും. ആ റെഫറൻസ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഗ്ലിസറാൾഡിഹൈഡ് ആണ്. ഗ്ലിസറാൾഡിഹൈഡിൽ OH റൈറ്റിലാകുമ്പം ഡിയും, ഗ്ലിസറാൾഡിഹൈഡിൽ OH ലെഫ്റ്റിലോട്ടാണെങ്കിൽ എല്ലോ ആണ്. സോ ആ സെയിം കാര്യമാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ അമിനോ ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണെങ്കിൽ ഡിയും, അമിനോ ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ എല്ലോ ആയിരിക്കും. പ്രോട്ടീനിൽ മെയിനായിട്ടും വരുന്നത് എൽ കോൺഫിഗറേഷൻ ആയിരിക്കും. ഡി കോൺഫിഗറേഷൻ കാണുന്നത് ഈ ആൻറ്റിബയോട്ടിക്സിലും പെപ്റ്റിഡോഗ്ലൈക്കനിലും ഒക്കെ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഡി എൽ സിസ്റ്റം. അപ്പോൾ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സിസ്റ്റമാണ് ഡി എൽ സിസ്റ്റം. സെക്കൻഡ് സിസ്റ്റം ഈസ് RS സിസ്റ്റം. ഏതാണ്? RS സിസ്റ്റം. അവിടെ നമ്മൾ റൊട്ടേഷൻ നോക്കിയിട്ടാണ്, അതായത് ഇപ്പം അമിനോ ഗ്രൂപ്പും അതിനകത്തുള്ള സൈഡ് ചെയിൻസും ഒക്കെ ഏത് ഡയറക്ഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് RS സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മൾ ഇപ്പോൾ അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ കൈറൽ സെൻറ്ററിന് ചുറ്റും COH ഉണ്ട്, പിന്നെന്തുണ്ട്? അമിനോ ഗ്രൂപ്പ് ഉണ്ട്, NH2 ഗ്രൂപ്പ് ഉണ്ട്, പിന്നെന്താ ഉള്ളത്? ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഒരു സൈഡ് ചെയിൻ ഉണ്ട് അല്ലേ, R ഗ്രൂപ്പ് ഉണ്ട്. ഈ 4 എണ്ണത്തിൻ്റെയും അറ്റോമിക് നമ്പേഴ്സ് അല്ലെങ്കിൽ അറ്റോമിക് വെയിറ്റോ അല്ലെങ്കിൽ അറ്റോമിക് നമ്പറോ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ അറ്റോമിക് നമ്പർ നോക്കിയിട്ട് അതിൽ ഗ്രേറ്റർ ആരാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. സോ ദ ഹയർ ദ അറ്റോമിക് നമ്പർ, ദ ഹയർ ദ പ്രയോറിറ്റി അവർക്കായിരിക്കും കൂടുതൽ കൊടുക്കുക. ഇപ്പം SH ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ SH ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇവർക്ക് 1 എന്ന് കൊടുക്കും, SHന് 1 കൊടുക്കും. ഇനി നോക്കി, SH കഴിഞ്ഞ് OH ഇവിടെ വരുന്നുണ്ടോ? ഇല്ലല്ലേ, ഇവിടെ ഉള്ളൂ, അല്ലാതെ ഇവിടെ ഇല്ലല്ലോ. NH2 ആണ്, അപ്പോൾ ഇതെന്താണ്? 2 എന്ന് കൊടുക്കും. പിന്നെ COH ആണ്, അപ്പോൾ അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് 3. H എന്ന് പറഞ്ഞാൽ ഏറ്റവും 4 ഇതാണ്. അപ്പോൾ നോക്കി, ഇവിടെ എങ്ങനെയാണ് പോകുന്നത്? 1 2 3 4. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനാണത് പോകുന്നത് അല്ലേ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനാണത് പോകുന്നത്. ഓക്കെ, സോ ഇതിനെ എന്തെന്ന് വിളിക്കും? ഇങ്ങനെ പോകുന്നതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും ഇതിൻ്റെ റൊട്ടേഷൻ. അതിനെയാണ് നമ്മൾ ഡി എന്ന് വിളിക്കുന്നത്. ഇനി നേരെ തിരിച്ച് പറയാം. തിരിച്ചായിരുന്നെങ്കിൽ, അതായത് ഇതിൻ്റെ പൊസിഷൻ ഇതേ സാധനം തന്നെ. ഫോർ എക്സാമ്പിൾ COH, ഇവിടെ NH2 H, ഇവിടെ നമ്മൾ H ആണെന്ന് വിചാരിച്ചോ, ഇവിടെയും H തന്നെ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് കൊടുക്കും? ഈ ഒരു ഓർഡർ അനുസരിച്ച് H എന്ന് പറയുന്ന ഏറ്റവും ലീസ്റ്റ് ആണ്, NH2 ആണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് NH ആണ്, 1 അതാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇത് വരും, 2 വരും, പിന്നെ H വരും, 3 വരും. സോ ഇതിൻ്റെ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടാണ് അല്ലേ, ദാറ്റ് മീൻസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പോൾ അതെന്തായിരിക്കും? എല്ലായിരിക്കും. സോ റൊട്ടേഷൻ എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ നോക്കിയാൽ അതാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡി ആൻഡ് എൽ അമിനോ ആസിഡ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നേരത്തെ നമ്മൾ പറഞ്ഞു എങ്ങനെ വരും? ഡിയിൽ ഇങ്ങോട്ടായിരിക്കും NH2 വരുന്നത്, എല്ലിൽ NH2 ലെഫ്റ്റിലോട്ടായിരിക്കും. ഇനി RS സിസ്റ്റം നമുക്ക് നോക്കാം. R എന്ന് പറയുന്നത് എന്തോട്ടായിരിക്കും? ക്ലോക്ക് വൈസ് ആണ് കേട്ടോ. R എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനെ S എന്ന് നമ്മൾ കൊടുക്കും. നോക്കി, ആൻറ്റി ക്ലോക്ക് വൈസ് NH2 ഇവിടെ ഫസ്റ്റ് 1 പ്രയോറിറ്റി ഫസ്റ്റ് ഇതിന് കൊടുക്കും. COHന് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കും. ഇതാണ് R ഗ്രൂപ്പിന് 3, ഇതിന് 4. അപ്പോൾ ഇതാ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇതേപോലെ നേരെ തിരിച്ചു വരാം. ഇവിടെ ഞാൻ ഹൈഡ്രജൻ ആണ് എഴുതിയത്, സോറി, അത് തെറ്റാണ് കേട്ടോ. ഹൈഡ്രജൻ അല്ല, SH തന്നെ കൊടുക്കാം. SH കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 1, ഇവിടെ 2, ഇത് 3, ഇത് 4 ആണ്. സോ ഇതിനെ ഇങ്ങനെ തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുക.
സോ ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ തന്നെയാണ് വരിക. അപ്പോൾ നോക്കിയേ, ഇവിടെ ഇനി എന്ത് പറ്റി? ഇവിടെ 1, അടുത്ത 2 എവിടെയാണ്? ഇതാ ഇവിടെയാണ് കൊടുത്തത്. ഇത് 3, ഇത് 4. അപ്പോൾ റൊട്ടേഷൻ എങ്ങനെ വന്നു? ഇങ്ങനെ വന്നല്ലേ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ. ഇവിടെ NH2 താഴെ വന്നപ്പോൾ നമ്മൾ ഇതാണ്ട് ഇങ്ങനെ കൊടുത്തു. NH2 താഴെ വന്നപ്പോൾ എന്ത് പറ്റി? ഇതാ ഇങ്ങനെയുള്ള ഒരു റൊട്ടേഷൻ കൊടുത്തു. ഏത് റൊട്ടേഷനാണിത്? ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുത്തു. NH2 മുകളിൽ വന്നപ്പോൾ എന്ത് പറ്റി? ക്ലോക്ക് വൈസ് വന്നു. ഇത് തന്നെയല്ലേ മറ്റെടുത്ത് നമ്മൾ പറയാം, DL സിസ്റ്റത്തിൽ എന്താ പറയുക? NH2 റൈറ്റ് സൈഡിൽ വരുമ്പോഴത്തേക്കിന് നമ്മൾ D എന്ന് പറയും, ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പം L എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ വരുന്നത്. ഇതിനെ നമുക്ക് നേരെ ഇങ്ങനെ തിരിച്ചു നോക്കുവാണെങ്കിൽ NH2 അപ്പോൾ ഏത് ഡയറക്ഷനിലോട്ടാണ്? റൈറ്റ് സൈഡിലോട്ടാണല്ലേ വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിലോട്ട് NH2 വന്നപ്പോൾ അതെന്ത് പറ്റി? ഇതിനെ നമുക്ക് നേരെ ഒന്ന് തിരിച്ച് കാണിക്കാം, അല്ലാതെ ഒന്ന് തിരിച്ച് കാണിക്കാം. നോക്കി, NH2 ഇങ്ങനെ കൊടുത്തു, COH എങ്ങനെ വരും? ഇവിടെ വരും, COH ഇവിടെ വരും, H ഇവിടെ വരും. ഇവിടെയാണ് നമ്മളുടെ ഇത് വരുന്നത്, സൈഡ് ചെയിൻ അല്ലെങ്കിൽ SH എന്നുള്ളത് ഞാൻ കൊടുക്കാം. എക്സാമ്പിളായിട്ട് SH വന്നു. അപ്പോൾ നമുക്ക് കൊടുക്കാം 1 2 3 4. ഓക്കെ, 1 2 3 4. അപ്പം NH2 എങ്ങോട്ടാണ് വന്നിരിക്കുന്നത്? അതാണ് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ കൊടുക്കാം? ഇവിടുന്ന് SH ഇവിടെ സ്റ്റാർട്ട് ചെയ്യും, 1 2 3 4. ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഇനി NH2 ഇപ്പുറത്ത് വരട്ടെ. NH2 ഇപ്പുറത്ത് വരുമ്പോൾ അതെന്ത് പറ്റും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ വരുന്നത് കേട്ടോ, എപ്പോഴും ഇങ്ങനെയാണ് വരിക. സോ നെക്സ്റ്റ് സിസ്റ്റമാണ് RS സിസ്റ്റം. അപ്പോൾ ഓൾറെഡി നമ്മൾ D ആൻഡ് L കണ്ടല്ലോ. റൈറ്റ് സൈഡിലോട്ട് വരുമ്പം Dയും ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പം L. ഇനി RS സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ Rഉം Sഉം ആയിരിക്കും കൊടുക്കുക. എന്തൊക്കെയാണ് കൊടുക്കുക? RS എന്നുള്ള ടേം ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. RS എന്നുള്ള ടേം. R വരുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ആയിരിക്കും. എന്താണ്? ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരിക്കും Rൽ വരുന്നത്. Sൽ ആൻറ്റി ക്ലോക്ക് ആയിരിക്കും വരിക. എന്താ വരിക? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഓർക്കുക, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ വരുവാണെങ്കിൽ അത് Rഉം, ആൻറ്റി ക്ലോക്ക് ആണെങ്കിൽ Sഉം. റൈറ്റ് സൈഡിൽ വരുവാണെങ്കിൽ Dയും, ലെഫ്റ്റ് സൈഡ് Lഉം, റൈറ്റ് സൈഡ് Dയും. ഇതേപോലെ നമ്മൾ പറയുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് വരികയാണെങ്കിൽ അത് R, ആൻറ്റി ക്ലോക്ക് വൈസ് വരികയാണെങ്കിൽ അതെന്തായിരിക്കും? S. അത് ഓർത്ത് വെച്ചേക്കാം. ഇനി എങ്ങനെയാണ് ഇവിടെ നമ്മൾ ഈ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സോ നമുക്കറിയാം, അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കാർബൺ വരുന്നുണ്ട്, അതിനകത്തോട്ടൊരു COH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? COH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ക്ലിയർ? COH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് പറ്റുന്നുണ്ട്? ഒരു അമിനോ ഗ്രൂപ്പ് വരുന്നുണ്ട് അല്ലേ? അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ വരിക? ഒരു ഹൈഡ്രോജൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, പ്ലസ് ഒരു സൈഡ് ചെയിൻ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും എന്തിനകത്ത് വരുന്നത്? ഒരു അമിനോ ആസിഡിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രയോറിറ്റി കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതായത് ഇപ്പം SH ഗ്രൂപ്പ്, OH ഗ്രൂപ്പ്, NH2, അതായത് ഓരോ ഓർഡറിലാണ്. SH വരുവാണെങ്കിൽ അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, OH വരികയാണെങ്കിൽ അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, NH2 ആണ് അടുത്ത പ്രയോറിറ്റി, അത് കഴിഞ്ഞ് COH, അത് കഴിഞ്ഞ് CH2OH, പിന്നെ CH3, പിന്നെ H. അപ്പോൾ ഓരോന്നിനും പ്രയോറിറ്റി എങ്ങനെ കൊടുക്കും? ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുന്നത് തന്നെ H ആണ്. അപ്പോൾ അത് ഇതിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 4 ഗ്രൂപ്പുകളിൽ. അപ്പോൾ 4 എന്നുള്ളത് Hനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് NH2, അതിന് മുമ്പ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈഡ് ചെയിൻ ആയിട്ട് ഇപ്പം SH വരുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം അല്ലേ? സൈഡ് ചെയിൻ എന്ത് വരികയാണ്? SH വരികയാണെങ്കിൽ എങ്ങനെ കൊടുക്കാം? ഇവിടെ സൈഡ് ചെയിൻ ആയിട്ട് SH വന്നു എന്ന് വെച്ചോ. SH ഉള്ള ഒരു ഗ്രൂപ്പാണ് സൈഡ് ചെയിനിലുള്ളതെങ്കിൽ അതിനാണ് നമ്മൾ പ്രയോറിറ്റി ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ രണ്ടാമത് ആർക്ക് കൊടുക്കണം? ഇതാണ്ട് അമിനോ ഗ്രൂപ്പിന്. മൂന്നാമത് COH ഗ്രൂപ്പ്, നാലാമത് ഇരുന്ന്. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ നോക്കിക്കേ, ഇവിടുന്ന് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തത്, ഇവിടുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തത്? ഇവിടുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു റൊട്ടേഷനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ദിസ് ഇസ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് എന്ത് കോൺഫിഗറേഷൻ ആയിരിക്കും? ദിസ് ഇസ് R ആയിരിക്കും ഇതിൻ്റെ കോൺഫിഗറേഷൻ. ഇതേപോലെ നേരെ തിരിച്ച് ഇപ്പം CH2 നോക്കിയേ, നേരെ ഞാൻ കാണിക്കാം. ഇത് നേരെ തിരിക്കുന്നത് നോക്കിക്കോണേ. ഇത് COH, താഴോട്ട് NH2 വരും, താഴോട്ട് NH2 വരും, മുകളിൽ H വരും, ഇവിടെ R വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രയോറിറ്റി എങ്ങനെ കൊടുക്കും? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ പോകും, റൊട്ടേഷൻ എന്താ ഇങ്ങനെ പോവും. സോ ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ അതാണ് S എന്ന് പറയുന്നത്. മനസ്സിലായോ?
അപ്പോൾ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ അറ്റോമിക് നമ്പറിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ ആദ്യം ഹയറിന് 1 കൊടുക്കും, അതിൻ്റെ തൊട്ടടുത്തതിന് 2 കൊടുക്കും, അങ്ങനെ ഏത് റൊട്ടേഷൻ വരുന്നു എന്ന് നോക്കും. ഇഫ് ഇറ്റ് ഇസ് ക്ലോക്ക് വൈസ് അതിനെ നമ്മൾ R എന്ന് പറയും, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇറ്റ് ഇസ് S. അതാണ് RS സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമുക്കൊരു റെഫറൻസ് മോളിക്യൂൾ നോക്കിയിട്ട് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഈ RS സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ജനറലായിട്ട് നമ്മൾ DL സിസ്റ്റം തന്നെയാണ് യൂസ് ചെയ്യുക. D എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലോട്ടായിരിക്കും എന്ത് വരുന്നത്, അമിനോ ഗ്രൂപ്പ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ട് അമിനോ ഗ്രൂപ്പ് വരുമ്പോൾ അത് L ആയിരിക്കും. സോ അതാണ് DL സിസ്റ്റം, ഇത് RS സിസ്റ്റം. ഇതാണ് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ഓഫ് അമിനോ ആസിഡ്. ക്ലിയർ? ഇനി നമുക്ക് പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി ഒന്ന്, അമിനോ ആസിഡ്സ് കളർലെസ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് അല്ലെങ്കിൽ മോളിക്യൂളാണ്. ആൻഡ് അവരുടെ നേച്ചർ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റലൈൻ ആണ്. മോസ്റ്റ് ഓഫ് ദംസ് എന്ന് പറയുന്നത് ടേസ്റ്റ്ലെസ് ആണ്. ഇപ്പോൾ തൈറോസിനൊക്കെ പോലത്തുള്ള ടേസ്റ്റ്ലെസ് ആണ്. വെറസ് ഗ്ലൈസിൻ, അലാനിനൊക്കെ കുറച്ച് സ്വീറ്റ് ടേസ്റ്റ് ആണ് വരുന്നത്. ഇനി അവരുടെ മെൽറ്റിംഗ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എബോവ് 200 ഡിഗ്രി സെൽഷ്യസ്. മെൽറ്റിംഗ് പോയിന്റ് ഈസ് എബോവ് 200 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ അമിനോ ആസിഡ്സും എന്ത് തന്നെയാണ്, പോളാർ ആണ്. സോ കാരണം എന്താണ്, NH2 ആൻഡ് COOHന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ സൈഡ് ചെയിൻ്റെ പ്രത്യേകത വെച്ചിട്ടാണ് മറ്റേ നോൺ പോളാർ പോളാർ എന്നാക്കിയത്. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് പോളാർ ആണ്. സോ പോളാർ സോൾവെൻസിൽ അവർ ഡിസോൾവ് ചെയ്യും, വെറസ് നോൺ പോളാർ സോൾവെൻസിൽ അവർ ഇൻസോൾവബിൾ ആയിരിക്കും. ഇനി എല്ലാ അമിനോ ആസിഡ്സിനും എന്ത് കാണിക്കാറുണ്ട്, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് അവർ കാണിക്കാറുണ്ട്, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് കൈറൽ കാർബൺ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി നോക്കാം. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ അത് ഇത്രയും അടിച്ചാൽ മതി. ഇനി ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഏത് ഡയറക്ഷനിലോട്ടാണോ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് അതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ all molecule with a chiral center are also optically active because അവർക്ക് എന്ത് ചെയ്യാം, they can rotate plane polarized light. അമിനോ ആസിഡ്സും എന്താണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, എക്സെപ്റ്റ് ഗ്ലൈസിൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ ആ അമിനോ ആസിഡിനെ നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി സ്മോൾ d അല്ലെങ്കിൽ പ്ലസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഇനി അതിന് നേരെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ലിവോ റൊട്ടേറ്ററി എന്ന് വിളിക്കും. L അല്ലെങ്കിൽ മൈനസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അത് മാത്രം ഓർത്താൽ മതി. അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് അല്ലെങ്കിൽ D ആയിരിക്കും, സ്മോൾ d ആയിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ അത് L അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. സോ അതാണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി. അപ്പോൾ ഗ്ലൈസിൻ ഒഴിച്ച് ബാക്കിയെല്ലാം എന്താണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ആംഫോടെറിക് നേച്ചർ. ബിക്കോസ് ദേ ക്യാൻ ആക്ട് ആസ് ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. ആസിഡ് പോലെയും ബേസ് പോലെയും ആർക്ക് ആക്ട് ചെയ്യാൻ പറ്റും, അമിനോ ആസിഡിന് ആക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് നോക്കിക്കോളൂ. ആംഫോടെറിക് നേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു സെക്ഷനും. അമിനോ ആസിഡ്സിന് നമുക്കറിയാം അമിനോ ഗ്രൂപ്പ് ഉണ്ട്, NH2 ഗ്രൂപ്പും ഉണ്ട്, പ്ലസ് ആരും ഉണ്ട്, കാർബോക്സൈൽ ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, സോ ഫിസിയോളജിക്കൽ pH, നമ്മളുടെ ഫിസിയോളജിക്കൽ pH ദാറ്റ് ഇസ് 7.4. നമ്മളുടെ ഫിസിയോളജിക്കൽ pHൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട്, അതായത് ഈ അമിനോ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ കാർബോക്സിൽ ഗ്രൂപ്പിന് എന്താണ്, Hനെ അവർക്ക് റിമൂവ് ചെയ്യിക്കാൻ പറ്റും. ഈ Hനെ എടുത്ത് കളയാം, അവർ COO- എന്നുള്ള ഫോമിൽ വരും. അമിനോ ഗ്രൂപ്പിന് എന്ത് ചെയ്യാം, Hനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും ഒരു Hനെ. അപ്പം 3+ എന്നുള്ള ഫോമിലും അവർ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ രണ്ട് ഫോമിലായിട്ടും ആർക്ക് നിൽക്കാൻ പറ്റും, ഈ രണ്ട് ഗ്രൂപ്പുകൾക്ക് നിൽക്കാൻ പറ്റും. അതായത് പ്രോട്ടോണേറ്റഡ് ആയിട്ടുള്ള, പ്രോട്ടോൺ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടും പ്രോട്ടോണിനെ റിമൂവ് ചെയ്തിട്ടുള്ള COO- ആയിട്ടും നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഫിസിയോളജിക്കൽ pHൽ ഈ അമിനോ ഗ്രൂപ്പ് എന്ത് ചെയ്യും, പ്രോട്ടോണേറ്റഡ് ആയിട്ട് നിൽക്കും, NH3+ ആയിട്ട് മാറും. അതേപോലെ കാർബോക്സിൽ ഗ്രൂപ്പ് എന്തായിരിക്കും, ഡീപ്രോട്ടോണേറ്റഡ് ആയിട്ട് COO- ആയിട്ട് നിൽക്കും. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ H+ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ H+ ആഡ് ചെയ്യും, ഇവിടെ H+ ആണ്, അതായത് H+ അതിൽ നിന്ന് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിയോളജിക്കൽ pHൽ ഒരു അമിനോ ആസിഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാണും, പോസിറ്റീവ് ചാർജും കാണും, നെഗറ്റീവ് ചാർജും കാണും. ദാറ്റ് മീൻസ് അവരെന്തായിരിക്കും, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. എന്തായിരിക്കും, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. കാരണം പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആയിട്ടുണ്ട്. സോ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും ഇൻ ഫിസിയോളജിക്കൽ pH. ഓക്കെ,
സോ ആ ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഇല്ലേ, അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്വിറ്റർ അയോണിക് ഫോം എന്ന് വിളിക്കുക, അല്ലെങ്കിൽ സ്വിറ്റർ അയോൺസ് എന്ന് വിളിക്കാം. സോ ഒരേ ഒരു ആ ഒരു അമിനോ ആസിഡിൽ തന്നെ പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്വിറ്റർ അയോൺ അല്ലെങ്കിൽ സ്വിറ്റർ അയോണിക് ഫോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫിസിയോളജിക്കൽ പി എച്ചിൽ അമിനോ ആസിഡ് എങ്ങനെ കാണും, സ്വിറ്റർ അയോണിക് ഫോമിലായിരിക്കും കാണുക. ഓക്കെ, ക്ലിയർ ആണല്ലോ, ആ ഒരു പോയിന്റ് ക്ലിയർ ആണല്ലോ. അപ്പോൾ അമിനോ ആസിഡ് ഫിസിയോളജിക്കൽ പി എച്ചിൽ എന്തായിട്ടായിരിക്കും കാണുക, സ്വിറ്റർ അയോണിക് ഫോമിലായിരിക്കും കാണുക. ദാറ്റ് മീൻസ് അവർക്ക് പോസിറ്റീവ് ചാർജും വരും നെഗറ്റീവ് ചാർജും വരും. ഈ ഒരു കാര്യം എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കിനി ഇത് ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് പി എച്ചിൽ, അതായത് ഈ ഫിസിയോളജിക്കൽ പി എച്ച് 7.4 എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും. സോ ഇഫ് ദ പി എച്ച് ഇസ് ലോ, പി എച്ച് 7.4നും ലോ ആയിട്ട് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് അത് അസിഡിക് പി എച്ച് ആണ്, അസിഡിക് പി എച്ച് ആണ്. ഓക്കെ, അസിഡിക് പി എച്ച് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, അസിഡിക് പി എച്ച് എന്ന് പറയുമ്പം അവരെന്താണ്, ആ അസിഡിക് പി എച്ച് പെട്ടെന്ന് നമ്മൾ എന്താക്കാനായിരിക്കും നോക്കുക, നമ്മൾ ഫിസിയോളജിക്കൽ പി എച്ചിലോട്ട് എത്തിക്കാനായിരിക്കും അല്ലേ ശ്രമിക്കുക. അസിഡിക് ആയിട്ട് ഒരു എൻവയോൺമെൻറ്റ് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഫിസിയോളജി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അതിനെ എന്താക്കും, നോർമൽ പി എച്ചിലോട്ട് എത്തിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും അല്ലേ. അപ്പോൾ ആസിഡ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അസിഡിക് പി എച്ച് ആസിഡ് ഉള്ള സമയത്ത് ആര് വന്ന് ആക്ട് ചെയ്യും, അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ബേസ് വന്ന് ആക്ട് ചെയ്യണം. ബേസ് വന്ന് ആക്ട് ചെയ്യുമ്പോഴാണ് അത് എന്താവുക, ന്യൂട്രൽ ആവുക അല്ലെങ്കിൽ ആ ഒരു പി എച്ചിലേക്ക് എത്തുക. ഓക്കെ, സോ ഇനി അമിനോ ആസിഡിലോട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. അമിനോ ആസിഡിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അമിനോ ആസിഡ് എങ്ങനെയാണ് ഇരിക്കുക, COO, നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ COO NH2 ഒക്കെ ആയിട്ടാണ് അമിനോ ആസിഡ് ഇരിക്കുക. അപ്പം ആസിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, ആസിഡ്സ് എന്ന് പറയുന്നത് അവർ എന്താ ചെയ്യുക, ആസിഡ്സ് എന്ന് പറയുന്നത് ഹൈഡ്രോജനെ H+നെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരും ബേസ് എന്ന് പറയുന്നത് ഹൈഡ്രോജനെ വാങ്ങുന്ന ആൾക്കാരും ആയിരിക്കും. അപ്പോൾ ഫിസിയോളജിക്കൽ പി എച്ചിൽ ഇത് അവർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എങ്ങനെ ആയിരിക്കുക, COO- എന്നും NH3+ എന്നുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ ഫിസിയോളജിക്കൽ പി എച്ചിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പി എച്ച് കുറയുന്ന സമയത്ത് ഇവരെന്തായിട്ട് ആക്ട് ചെയ്യാൻ നോക്കും, ദേ ആക്ട് ആസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ നോക്കും, എന്നാലേ ആ പി എച്ച് മാറ്റാൻ പറ്റും. അപ്പം ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോട്ടോണിനെ വാങ്ങുന്നവരാണ്. അവരെന്ത് ചെയ്യും, പ്രോട്ടോണിനെ വാങ്ങിക്കാൻ നോക്കും. അപ്പോൾ പ്രോട്ടോണിനെ വാങ്ങാൻ ഇനി ഇയാൾക്ക് പറ്റത്തില്ല, NH3+ ആയിട്ട് തന്നെ ഇരിക്കുക, ഇനി അയാൾക്ക് കൂടുതൽ പ്രോട്ടോൺ വാങ്ങാൻ പറ്റില്ല. പക്ഷേ COOHന് എന്ത് ചെയ്യാൻ പറ്റും, മൈനസിന് ഒരു H+നെ വാങ്ങിച്ചൂടെ. സോ അവരെന്ത് ചെയ്യും, H+നെ വാങ്ങിക്കും. വാങ്ങിക്കുമ്പോൾ അത് എന്തായിട്ട് മാറും, CO- എന്തായിട്ട് മാറും, COH ആവും, ഇത് NH3+ ആവും. സോ അപ്പോൾ എങ്ങനെ ഇരിക്കും, അമിനോ ആസിഡ് ഏത് ഫോമിലായിരിക്കും ഇരിക്കുക, COH NH3+ എന്ന ഫോമിലിരിക്കും. ദാറ്റ് മീൻസ് നെറ്റ് അവരുടെ ചാർജ് എത്രയാണ്, പോസിറ്റീവ് ആണ്. സോ അറ്റ് ലോ പി എച്ചിൽ എന്ത് പറ്റും, അമിനോ ആസിഡ് പോസിറ്റീവ് ചാർജിലായിരിക്കും കാണുക, പ്രോട്ടോണേറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. കൂടുതൽ പ്രോട്ടോണിനെ അവർ വാങ്ങിച്ച് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കും. ഇപ്പോൾ COOH എന്നും NH3+ ആയിട്ടായിരിക്കും ഇരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഫിസിയോളജിക്കൽ പി എച്ചിന് ലോ ആയിട്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, അവർ പ്രോട്ടോണേറ്റഡ് ഫോമിലായിരിക്കും. ദാറ്റ് മീൻസ് പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടായിരിക്കും അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതേ കാര്യം നേരെ തിരിച്ച് പറയാം. ഹൈ പി എച്ച് ആകുമ്പോൾ ഫിസിയോളജിക്കൽ പി എച്ചിന്ന് ഹൈ ആകുമ്പോൾ ഫിസിയോളജിക്കൽ പി എച്ചിൽ അവരെങ്ങനെ ഇരിക്കുന്നത് നോക്കിക്കേ, COO- എന്നും NH3+ എന്നുമാണ് ഇരിക്കുക. ഇനി ഫിസിയോളജിക്കൽ പി എച്ചിനെക്കാളിലും ഹയർ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കലൈൻ പി എച്ചിലേക്ക് പോവുകയാണ്, ബേസിൻ്റെ പി എച്ചിലേക്ക് അവർ പോവുകയാണ്. ഗ്രേറ്റർ ദാൻ അവരുടെ ഫിസിയോളജിക്കൽ പി എച്ച് എന്ന് പറയുമ്പോൾ അവിടെ ആൽക്കലിയാണ് അല്ലെങ്കിൽ ബേസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരെ ന്യൂട്രലൈസ് ചെയ്യാൻ ആര് വേണം, ആസിഡ് വേണം അല്ലേ, ആസിഡ് വേണം. ആസിഡിൻ്റെ നേച്ചർ എന്താണ്, അവർ പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, പ്രോട്ടോണിനെ കളയുന്ന ആൾക്കാരാണ്. അപ്പോൾ അമിനോ ആസിഡ്സ് അങ്ങനെ ഇരിക്കുന്ന അമിനോ ആസിഡ്സ് എന്ത് ചെയ്യും, ഉള്ള എല്ലാ പ്രോട്ടോണിനെ അവരങ്ങ് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഇനി ഈ COO- പ്രോട്ടോൺ ഉണ്ടോ, H ഉണ്ടോ, ഇല്ലല്ലേ, ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു Hനെ നമുക്ക് കളയാം. ആ ഒരു Hനെ അവരെടുത്ത് അങ്ങ് കളയും, H+നെ അവരെടുത്ത് കളഞ്ഞിട്ട് എന്തായിട്ട് മാറും, NH2 COO- ആയിട്ടിരിക്കും. സോ അറ്റ് ഹൈ പി എച്ച് ഇവരെന്തായിരിക്കും, COO- ആണ് അവിടെ വരിക.
സോ നെഗറ്റീവ് ചാർജിലായിട്ടായിരിക്കും ഇരിക്കുക. ഡീപ്രോട്ടോണേറ്റഡ് ഫോമിലായിരിക്കും ഇരിക്കുക. അപ്പോൾ നോക്കിക്കേ, സ്വിറ്റർ അയോണിൽ അവർ ന്യൂട്രലാണ്. ഇലക്ട്രിക്കലി ടോട്ടൽ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ന്യൂട്രലാണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടായിരിക്കും ഇരിക്കുക. ലോ പി എച്ചിലേക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യും? പ്രോട്ടോണേറ്റഡ് ആവാൻ നോക്കും. പ്രോട്ടോൺസിനെ കൂടുതൽ വാങ്ങിച്ച് വയ്ക്കും. ഹൈ പി എച്ചിലോട്ട് പോകുമ്പോൾ അവരെന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ആസിഡായിട്ട് ആക്ട് ചെയ്യാണ്. സോ ദേ ഡൊണേറ്റ് അല്ലെങ്കിൽ ഡീപ്രോട്ടോണേറ്റഡ് ഫോമിലായിരിക്കും അവർ ഇരിക്കുക. സോ ദേ ഗെറ്റ് എ നെറ്റ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, സോ ഈ നേച്ചർ, അതായത് പ്രോട്ടോണിനെ കളയാനുള്ള നേച്ചർ, അതായത് ഒരു പർട്ടിക്കുലർ പി എച്ച് എത്തുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? പ്രോട്ടോണിനെ കളയാൻ എബിലിറ്റി ഉണ്ട്. ഇതേപോലെ അതേപോലെ ഒരു പർട്ടിക്കുലർ പി എച്ച് എത്തുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോട്ടോണിനെ വാങ്ങാനുള്ള നേച്ചറുണ്ട്. സോ ഈ പ്രോട്ടോണിനെ കളയുന്നതും പ്രോട്ടോണിനെ വാങ്ങുന്നതും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന അമിനോ ആസിഡാണ്. സോ അതുകൊണ്ട് അവരെ നമ്മൾ ആംഫിപ്രോട്ടിക് മോളിക്യൂൾ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ആംഫിപ്രോട്ടിക് മോളിക്യൂൾ എന്ന് വിളിക്കും. ബിക്കോസ് ദേ ക്യാൻ ഡൊണേറ്റ് പ്രോട്ടോൺ H+ ആസ് വെൽ ആസ് ദേ ക്യാൻ അക്സെപ്റ്റ് H+. അങ്ങനെ ഉള്ളതുകൊണ്ട് അമിനോ ആസിഡിനെ ആംഫിപ്രോട്ടിക് മോളിക്യൂൾ എന്നും നമ്മൾ വിളിക്കും. So molecule or ion that can both accept and donate proton is called amphiprotic species. Amino acid ഒരു amphiprotic ആയിട്ടുള്ള മോളിക്യൂൾ ആണ്. ഇനി എന്താണ് ആംഫോടെറിക്? ആംഫോടെറിക് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഫിസിയോളജിക്കൽ പി എച്ച് ലോ ആയിരുന്ന സമയത്ത് ദേ ആക്ട് ആസ് ബേസ്. അവർ ബേസ് ആയിട്ട് ആക്ട് ചെയ്തു. വെറസ് ഫിസിയോളജിക്കൽ പി എച്ച് ഹൈ ആയിട്ടിരുന്ന സമയത്ത് അവർ ആസിഡ് ആയിട്ട് ആക്ട് ചെയ്തു. So a substance which can act as both acid and base, ആസിഡിനെയും ബേസിനെയും പോലെ ഒരേപോലെ ആക്ട് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ ആംഫോടെറിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കും. സോ അമിനോ ആസിഡ് ആംഫോടെറിക്കും ആണ്, ആംഫിപ്രോട്ടീക്കും ആണ്. ക്ലിയർ അല്ലേ? ആംഫോടെറിക് ആൻഡ് ആംഫിപ്രോട്ടീക്ക് ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പം ഫിസിയോളജിക്കൽ പി എച്ചിൽ അവർ 2 ചാർജും അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, വെറസ് അറ്റ് ലോ പി എച്ചിലേക്ക് പോകുമ്പോൾ അവരെന്താവും? അവർ ബേസ് പോലെ ആക്ട് ചെയ്യും. എല്ലാത്തിനും ഇങ്ങനെ വാങ്ങും. H+നെ ഫുള്ള് പ്രോട്ടോണേറ്റഡ് ആയിട്ടിരിക്കും. ഹൈ പി എച്ചിലേക്ക് പോകുമ്പോൾ അവരെന്ത് ചെയ്യും? ഡീപ്രോട്ടോണേറ്റഡ് ആയിട്ട് ഇരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഹൈ ലോ എന്നൊക്കെ പറഞ്ഞല്ലേ, അപ്പോൾ ഓരോ അമിനോ ആസിഡിനും ഓരോ പർട്ടിക്കുലർ പി എച്ച് ഉണ്ടായിരിക്കും. ആ പി എച്ചിലായിരിക്കും അവർ സ്വിറ്റർ അയോൺ ആയിട്ട് ഇരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ലൂസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലൂസിൻ pH 6 അവരെന്തായിട്ടിരിക്കുന്നത്? സ്വിറ്റർ അയോൺ ആയിട്ട്. അതായത് അവരുടെ CO- എന്നും NH3+ ആയിട്ട് ഇരിക്കുന്നത് അറ്റ് pH 6. ഈ പി എച്ചിന്ന് ലോ ആവുന്ന സമയത്ത് pH <6 ആവുന്ന സമയത്താണ് എന്ത് പറ്റുക? അവർ ഏത് ഫോമിലോട്ട് പോകും? അവരെന്തായിട്ട് ആക്ട് ചെയ്യും? ബേസ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ? സോ ദേ അക്സെപ്റ്റ്. അവരെന്തായിട്ട് മാറും? NH3+ഉം COH ആയിട്ട് മാറും. പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. ഇനി pH ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 6 ആകുമ്പോൾ അവരെന്തായിട്ട് മാറും? CO- എന്നും NH2 ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പം ഗ്ലൈസിൻ്റെ ഏത് പി എച്ചിലാണോ അവർ സ്വിറ്റർ അയോൺ ആയിട്ട് ഇരിക്കുന്നത്, ആ പി എച്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഐസോ ഇലക്ട്രിക് പി എച്ച് എന്ന് വിളിക്കുക. എന്തെന്ന് വിളിക്കും? ഐസോ ഇലക്ട്രിക് പി എച്ച് എന്ന് വിളിക്കും. സോ ഓരോ അമിനോ ആസിഡിനും ഒരു പർട്ടിക്കുലർ പി എച്ച് ഉണ്ടായിരിക്കും. ആ പി എച്ചിൽ അവരെന്തായിരിക്കും? സ്വിറ്റർ അയോൺ ആയിട്ടായിരിക്കും കാണുക. സോ ദാറ്റ് പർട്ടിക്കുലർ പി എച്ചിനെയാണ് നമ്മൾ ഐസോ ഇലക്ട്രിക് പി എച്ച് അല്ലെങ്കിൽ ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്ന് വിളിക്കാം. സോ ഇറ്റ് ഈസ് ദ pH at which a molecule exists as a switcher ion or dipolar ion and carries no net charge. ആ ഒരു പർട്ടിക്കുലർ പി എച്ചിനെയാണ് നമ്മൾ ഐസോ ഇലക്ട്രിക് പി എച്ച് അല്ലെങ്കിൽ ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഓരോ അമിനോ ആസിഡിനും അതിൻ്റെതായ ഐസോ ഇലക്ട്രിക് പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാ ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ. പി എച്ച് ഐസോ ഇലക്ട്രിക് പോയിന്റിന് ഈക്വൽ ആയിട്ടിരിക്കുകയാണെങ്കിൽ അവരെന്തായിട്ടിരിക്കും? ദാണ്ട് സ്വിറ്റർ അയോൺ ആയിട്ട് CO- ഉം NH3+ ആയിട്ട് ഇരിക്കും. ഓക്കെ, ഇനി ഇഫ് പി എച്ച് ഐസോ ഇലക്ട്രിക് പി എച്ചിനെക്കാളും ലെസ് ആയിട്ട് വരികയാണെങ്കിൽ അവരെന്തായിട്ട് മാറും? NH3+ ആയിട്ടായിരിക്കും വയ്ക്കുക. COH ആയിട്ട് തന്നെ കാണും. ഇനി അവർ ഗ്രേറ്റർ ദാൻ പി എച്ച് ആണെങ്കിൽ അവിടെ എന്ത് പറ്റും? CO- ആയിട്ട് നെഗറ്റീവ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഓക്കെ, സോ സ്വിറ്റർ അയോണിൽ അവരെപ്പോഴും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്താലൊന്നും അവിടെ മൂവ്മെൻറ്റ് നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചാർജ് അല്ലെങ്കിൽ പി എച്ച് അതനുസരിച്ച് കുറയ്ക്കണം. അപ്പോഴായിരിക്കും അവിടെ ഇലക്ട്രിക്കലി അവർ ചാർജ്ഡ് ആവുന്നത്. പോസിറ്റീവ് ആവും, നെഗറ്റീവോ ആവാം. ക്ലിയർ? അപ്പോൾ ഓരോ അമിനോ ആസിഡിനും അവരുടേതായ
ഐസോ ഇലക്ട്രിക് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിൽ അവരെന്തായിരിക്കും, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടായിരിക്കും ഇരിക്കുക. ബിക്കോസ് ദേ ഹാവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ആ പി എച്ചിന് ലെസ് ആയിട്ട് പോവുകയാണെങ്കിൽ അവർ എന്തായിട്ട് മാറും, പോസിറ്റീവായിട്ട് മാറും. ആ ഒരു പി എച്ചിന് ഗ്രേറ്റർ ആയിട്ട് പോവുകയാണെങ്കിൽ അവർ നെഗറ്റീവായിട്ട് മാറും. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇംപ്ലൈസ് ദ ആംഫോട്ടറിക് നേച്ചർ ഓഫ് അമിനോ ആസിഡ്സ്. ക്ലിയർ? ഇനി നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നോക്കാൻ പോകുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് വൺ ഡീകാർബോക്സിലേഷൻ ആണ്. വാട്ട് യു മീൻ ബൈ ഡീകാർബോക്സിലേഷൻ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിമൂവലിനെയാണ് നമ്മൾ ഡീകാർബോക്സിലേഷൻ എന്ന് പറയും. അപ്പോൾ അമിനോ ആസിഡ്സിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കളയും. കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്ത് കളയും. സോ അതിനെയാണ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിന് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. അതായത് ഈ അമിനോ ആസിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, ഈ COOH ഇല്ലേ, അതിൽ നിന്നായിരിക്കും എന്ത് റിമൂവ് ചെയ്യുന്നത്, ഈ COO ആയിരിക്കും ഇറങ്ങി പോകുന്നത്. സോ ദാറ്റ് ഇറ്റ് ബിക്കം അമൈൻസ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? അമൈൻസ് ആയിട്ട് മാറും. സോ ഹിസ്റ്റഡിൻ എന്തായിട്ട് മാറും? ഹിസ്റ്റമിൻ ആയിട്ട് മാറും. തൈറോസിൻ എന്തായിട്ട് മാറും? തൈറമിനായിട്ട് മാറും. ലൈസിൻ എന്തായിട്ട് മാറും? കെഡാവറിനായിട്ട് മാറും. ഓക്കെ, സോ ഡീകാർബോക്സിലേഷൻ ഓഫ് ഹിസ്റ്റഡിൻ ഗിവ്സ് ഹിസ്റ്റമിൻ, തൈറോസിൻ ഗിവ്സ് തൈറമിൻ, ലൈസിൻ ഗിവ്സ് കെഡാവറിൻ. ക്ലിയർ? അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അവിടുന്ന് റിമൂവ് ചെയ്ത് പോവുകയാണ്. അതാണ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് നിൻഹൈഡ്രിൻ റിയാക്ഷൻ. അതായത് ഇതെന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടീൻ്റെ അല്ലെങ്കിൽ അമിനോ ആസിഡിൻ്റെ ഡിറ്റക്ഷന് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ നിൻഹൈഡ്രിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിൻഹൈഡ്രിൻ ടെസ്റ്റ് എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ തന്നിരിക്കുന്ന ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു അനലൈറ്റിനകത്ത് അമിനോ ആസിഡ് ഉണ്ടോ അല്ലെങ്കിൽ അമൈൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ നിൻഹൈഡ്രിൻ ടെസ്റ്റ് ചെയ്യും. നിൻഹൈഡ്രിൻ എന്ന് പറയുന്നത് 2,2-ഡൈഹൈഡ്രോക്സി ഇൻറ്റേൻ 1,3 ഡയോൺ ആണ്. എന്താണ് നിൻഹൈഡ്രിൻ? ഈസ് 2,2-ഡൈഹൈഡ്രോക്സി ഇൻറ്റേൻ 1,3 ഡയോൺ ആണ്. 2,2-ഡൈഹൈഡ്രോക്സി ഇൻറ്റേൻ 1,3 ഡയോൺ ആണ് എന്ത്, നിൻഹൈഡ്രിൻ എന്ന് പറയുന്നത്. അപ്പം അമിനോ ആസിഡിൽ ഫ്രീ അമിനോ ആസിഡ് വരുന്ന അല്ലെങ്കിൽ ഫ്രീ അമിനോ ഗ്രൂപ്പ് ഉള്ളവരായിരിക്കും എന്ത് ചെയ്യുക, ഇതിൽ അണ്ടർഗോ ചെയ്യുന്നത്, ഈ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. സോ ദേ ആക്ട് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. So the amino group belongs to a free amino acid undergo a chemical reaction with ninhydrin which behave as an oxidizing agent. Okay. So ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നിൻഹൈഡ്രിൻ റിയേജന്റ് അല്ലെങ്കിൽ ആ സൊല്യൂഷനുമായിട്ട് അമിനോ ആസിഡ് എന്താ അണ്ടർഗോ ചെയ്യുന്നത്, ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. അതായത് ഡീഅമിനേഷൻ എന്ന് പറയുന്ന അമോണിയ അവിടുന്ന് റിമൂവ് ആവും, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡും അതിൽ നിന്ന് ലിബറേറ്റ് ആവും. ഓക്കെ, സോ ആ അമിനോ ആസിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും അമോണിയയും റിമൂവ് ആവുകയാണ്. എന്നിട്ട് അത് എന്തായിട്ട് മാറും? അതായത് അമിനോ ഗ്രൂപ്പ് നോക്ക്, നമുക്കറിയാം ഇതിനകത്ത് ആകെ ഉള്ളത് അമിനോ ഗ്രൂപ്പും കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും ആണ്. ഈ രണ്ട് സാധനവും പോയി. നോക്കിക്കേ, CO പോയി, EH ഇതും കൂടെ ഒക്കെ ചേർന്ന് NH3 ആയിട്ടും പോയി. ഇനി ബാക്കി എന്താ ഉള്ള, ഒരു ആൽഡിഹൈഡ് മാത്രമായിരിക്കും അവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നതെന്ന് നോക്കിക്കേ. വെൻ എക്സ്പോസ് ടു നിൻഹൈഡ്രിൻ ദ അമിനോ ആസിഡ് അണ്ടർഗോ ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ റിസൾട്ടിംഗ് ഇൻ ദ ലിബറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ ആൻഡ് ആൻ ആൽഡിഹൈഡ് അലോങ് വിത്ത് ഹൈഡ്രിൻ ടാറ്റിനും കിട്ടും. ഈ നിൻഹൈഡ്രിൻ കൺവേർട്ട് ചെയ്ത് ഹൈഡ്രിൻ ടാറ്റിനായിട്ട് മാറും. ഓക്കെ, നിൻഹൈഡ്രിൻ്റെ ഒരു റെഡ്യൂസ്ഡ് ഫോമാണ് അത്. ക്ലിയർ ആണല്ലോ? അമോണിയ ഗ്യാസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അനദർ നിൻഹൈഡ്രിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഡൈകീറ്റോഹൈഡ്രിനായിട്ട് മാറും. ഡൈകീറ്റോഹൈഡ്രിനായിട്ട് മാറും. അതാണ് ആ ഒരു പർട്ടിക്കുലർ പർപ്പിൾ കളർ അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ തരുന്നത്. അതിനെയാണ് നമ്മൾ റൊമാൻസ് കോംപ്ലക്സ് എന്ന് വിളിക്കുക. സോ അമിനോ ആസിഡിൽ എന്താ സംഭവിക്കുന്നത്? അമിനോ ആസിഡ് ആ ഒരു പർട്ടിക്കുലർ ബ്ലൂ കളർ തരുന്നത് എന്തുകൊണ്ടാണ്? നിൻഹൈഡ്രിൻ അമിനോ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് releases carbon dioxide, ammonia and an aldehyde plus hydrin datin, and this ammonia react with another molecule of ninhydrin give rise to diketohydrin. ആ ഡൈകീറ്റോഹൈഡ്രിൻ്റെ കളറാണ് എന്ത്? ആ ഒരു ഡീപ് ബ്ലൂ കളർ. സോ അതിനെ നമ്മൾ റൊമാൻസ് കോംപ്ലക്സ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ, റൊമാൻ കോംപ്ലക്സ്. ക്ലിയർ? ഡൈകീറ്റോഹൈഡ്രിൻ ആണ് അതിൻ്റെ പേര്. ക്ലിയർ? സോ അതിനാണ് ആ ഒരു ഡീപ് ബ്ലൂ കളർ വരുന്നത്. അപ്പോൾ ഡീപ് ബ്ലൂ കളർ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനകത്ത് അമിനോ ആസിഡ് ഉണ്ട്. പ്രോളിൻ ആണോ ഉള്ളതെങ്കിൽ, അതായത് ഒരു ഇമ്യൂനോ ആസിഡ് ആണോ ഉള്ളതെങ്കിൽ അതൊരു യെല്ലോ കളറായിരിക്കും തരാം. ഡീപ് ബ്ലൂവിന് പകരം ഒരു യെല്ലോ കളറായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം അമിനോ ആസിഡ്
നിൻഹൈഡ്രനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡും അമോണിയയും ആൽഡിഹൈഡും പ്ലസ് ഹൈഡ്രജൻ ആറ്റം റിലീസ് ചെയ്യും. ഈ അമോണിയ അടുത്തൊരു നിൻഹൈഡ്രനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഡൈകീറ്റോ ഹൈഡ്രൻ ഫോം ചെയ്യുന്നത്. അതാണ് ആ ഒരു ഡീപ്പ് ബ്ലൂ കളർ തരുന്നത്. ഇപ്പം ഇമ്യൂണോ ആസിഡ് ആണെങ്കിൽ ഇറ്റ് ഗിവ്സ് എ യെല്ലോ കളർ. ക്ലിയർ? അപ്പോൾ അതാണ് നിൻഹൈഡ്രൻ ടെസ്റ്റ്. ഇനി അസ്പരാജിൻ ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അതൊരു ബ്രൗൺ കളർ ആയിരിക്കും തരിക. അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കുക. അസ്പരാജിൻ ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അതൊരു ബ്രൗൺ കളർ ആയിരിക്കും തരുന്നത്. സോ അതാണ് നിൻഹൈഡ്രൻ ടെസ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് റിയാക്ഷൻ വിത്ത് ആൽക്കഹോൾ. ആൽക്കഹോളുമായിട്ടുള്ള റിയാക്ഷൻ, അതിനെ നമ്മൾ എസ്റ്ററിഫിക്കേഷൻ എന്ന് വിളിക്കും. എസ്റ്ററിഫിക്കേഷൻ ബിക്കോസ് അത് ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്കൊരു എസ്റ്റർ ആണ് തരുന്നത്. ബിക്കോസ് അമിനോ ആസിഡ് ആണല്ലേ, ഈ ആസിഡും ആൽക്കഹോളും കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എസ്റ്റർ. നെക്സ്റ്റ് വൺ റിയാക്ഷൻ വിത്ത് അസൈലേറ്റിംഗ് ഏജൻറ്റ്സ്. അസൈലേറ്റിംഗ് ഏജന്റ് അല്ലെങ്കിൽ സിംപ്ലി അസറ്റിലേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ അമിനോ ആസിഡ് ഒരു ആസിഡ് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആസിഡ് അൺഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഗിവ്സ് തലോയിൽ അമിനോ ആസിഡ് നമുക്ക് കിട്ടും. തലോയിൽ അമിനോ ആസിഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അസിറ്റിലേഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് തലോയിൽ അമിനോ ആസിഡ് ആണ്. ഓക്കെ, ഇനി റിയാക്ഷൻ വിത്ത് അമോണിയ. അമോണിയ ആയിട്ട് അമിനോ ആസിഡ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? എന്താണ് കിട്ടുക? നമ്മൾ അത് ഓൾറെഡി കണ്ടതാണല്ലേ. അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ്സ് അമൈഡ് നമുക്ക് കിട്ടും. കാർബോക്സിലിക് ആസിഡ് ഓഫ് ഡൈ കാർബോക്സിലിക് അമിനോ ആസിഡ് റിയാക്ട് വിത്ത് അമോണിയ ടു ഫോം അമൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ട്രാൻസാമിനേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ് ട്രാൻസാമിനേഷൻ റിയാക്ഷൻ. അതായത് ഒരു അമിനോ ആസിഡിലുള്ള അമിനോ ഗ്രൂപ്പിനെ ഒരു കീറ്റോ ആസിഡിലേക്ക് കൊടുക്കും. അപ്പോൾ അത് എന്തായിട്ട് മാറും? ഒരു പുതിയ അമിനോ ആസിഡായിട്ട് മാറും. അതായത് അതിനെയാണ് ട്രാൻസാമിനേഷൻ എന്ന് വിളിക്കുക. സോ ദിസ് ഈസ് ആൻ അമിനോ ആസിഡ്. ഇവിടെ എന്തുണ്ട്? അമിനോ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ COH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ അമിനോ ഗ്രൂപ്പിനെ എന്ത് ചെയ്യാണ്? ഒരു കീറ്റോ ആസിഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എന്തായിട്ട് മാറ്റാണ്? കീറ്റോ ആസിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ഈ കീറ്റോ ആസിഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഈ കീറ്റോ ഗ്രൂപ്പ് മാറിയിട്ട് അത് എന്തായിട്ട് മാറും? ദാണ്ട അവിടെ അമിനോ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് എന്ത് സംഭവിക്കും? ഇയാൾ കീറ്റോ ആസിഡായിട്ട് മാറും. സോ ഒരു അമിനോ ആസിഡ് അതിനകത്തുള്ള അമിനോ ഗ്രൂപ്പിനെ ഒരു കീറ്റോ ആസിഡിലേക്ക് കൊടുക്കും. സോ ദാറ്റ് ദ കീറ്റോ ആസിഡ് ബിക്കം ആൻ അമിനോ ആസിഡ്. കീറ്റോ ആസിഡ് എന്തായിട്ട് മാറും? അമിനോ ആസിഡായിട്ട് മാറും. വേറസ് ആ ഉള്ള അമിനോ ആസിഡ് എന്തായിട്ട് മാറും? ഒരു കീറ്റോ ആസിഡായിട്ട് മാറും. സോ ഇതിനെയാണ് ട്രാൻസാമിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ട്രാൻസ്ഫർ ഓഫ് ആൻ അമിനോ ആസിഡ് ടു എ കീറ്റോ ആസിഡ് ഫോമിങ് എ ന്യൂ അമിനോ ആസിഡ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ പല അമിനോ ആസിഡും ഇങ്ങനെയാണ് ഫോം ചെയ്യുക കേട്ടോ. അതായത് അസ്പാർട്ടേറ്റില്ലേ, അത് അസ്പരാജിൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും ഇതേപോലെ. അതായത് ആൽഫ കീറ്റ ഗ്ലൂട്ടാറേറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ആൽഫ കീറ്റ ഗ്ലൂട്ടാറേറ്റ് ആണ് അവിടുത്തെ കീറ്റോ ആസിഡായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പുതിയ പുതിയ അമിനോ ആസിഡ്സ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ ഓക്സാലോ ആസിറ്റിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കീറ്റോ ആസിഡ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു അമിനോ ആസിഡ് അല്ലെങ്കിൽ ആർജിനിൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഓരോ അമിനോ ആസിഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് അല്ലെങ്കിൽ ഫോർമേഷന് വേണ്ടി ട്രാൻസാമിനേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ. ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ ആണ്. ഓക്സിജനും ആഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് അവിടെ ഡീഅമിനേഷൻ അമിനോ ഗ്രൂപ്പ് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ദിസ് ഇസ് ദ അമിനോ ആസിഡ്. അമിനോ ആസിഡിന് ഡീഅമിനേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അമോണിയ പോവും. ഈ അമോണിയ പോവും. എന്നിട്ട് അതിനകത്തോട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്, ഓക്സിജൻ ആഡ് ആവുന്നുണ്ട്. സോ റിസൾട്ടിങ് എ കീറ്റോ ആസിഡ്. അപ്പോൾ ഒരു അമിനോ ആസിഡിൽ ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? കീറ്റോ ആസിഡായിട്ട് മാറും. എന്നിട്ട് അമോണിയെ റിലീസ് ചെയ്യിക്കും. അപ്പം ഓക്സിഡേറ്റീവ് ഡീഅമിനേഷനിൽ എന്ത് പറ്റും? അമിനോ ആസിഡിൽ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ. അമിനോ ഗ്രൂപ്പ് പോയിട്ട് അവിടെ ഓക്സിജൻ കയറുകയാണ്. കണ്ടോ, അമിനോ ഗ്രൂപ്പ് അങ്ങ് പോവാണ് അമോണിയ ആയിട്ട്, എന്നിട്ട് അവിടെ ഓക്സിജൻ വന്നു. അതാണ് ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ. ക്ലിയർ ആണല്ലോ? സോ ഓക്സിഡേറ്റീവ് ഡീഅമിനേഷനിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഒരു കീറ്റോ ആസിഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് അമിനോ ആസിഡ്സ്. ഇത് ഫിസിക്കൽ, പിന്നെ നമ്മൾ ഓപ്റ്റിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് അൺയൂഷ്വൽ ആയിട്ടുള്ള കുറച്ച് അമിനോ ആസിഡ് അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ഏതൊക്കെയായിരുന്നു എന്ന് ഇനി നമുക്ക് കുറച്ചും കൂടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ദ അൺകോമൺ അമിനോ ആസിഡ് ആർ 4-ഹൈഡ്രോക്സി പ്രോളിൻ, ഡെറിവേറ്റീവ് ഓഫ് പ്രോളിൻ ആണ്. അതേപോലെ 5-ഹൈഡ്രോക്സി ലൈസിൻ ഉണ്ട്, അത് ലൈസിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. അത് കോമൺ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ കൂടുതൽ കണ്ടിട്ടുള്ളൊരു അൺകോമൺ ആണ്.
അതിൽ ഫോമോ 1 എന്ന് പറയുന്നത് പ്ലാന്റ് സെൽ വാൾ പ്രോട്ടീൻ്റെ കമ്പോണൻ്റ് ആണ്. അതേപോലെ ഈ രണ്ടെണ്ണം എന്താണ്? കൊളാജൻ എന്ന് പറയുന്നത് നമ്മളെ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പ്രോട്ടീൻ ആണ്. സോ അതിൻ്റെ കമ്പോണൻ്റ് ആണ് ഈ 4-ഹൈഡ്രോക്സി പ്രോലിനും 5-ഹൈഡ്രോക്സി ലൈസിനും. ഇനി അടുത്താണ് 6N-മീഥൈൽ ലൈസിൻ. അതെന്ന് പറയുന്നത് മയോസിൻ, അതായത് നമ്മുടെ മസിലിലുള്ള പ്രോട്ടീനാണ് മയോസിൻ. അതിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ് എന്ത്? 6N-മീഥൈൽ ലൈസിൻ. അതും ഒരു അൺകോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ആണ്. ഇനി അടുത്ത ഒരു എണ്ണമാണ് ഗാമ കാർബോക്സി ഗ്ലൂട്ടാമേറ്റ്. ഇതാണ് ഗാമ കാർബോക്സി ഗ്ലൂട്ടാമേറ്റ്. അവരെവിടെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? ബ്ലഡ് ക്ലോട്ടിങ്ങിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ബ്ലഡ് പ്രോട്ടീൻ ആയിട്ടുള്ള പ്രോത്രോംബിനിലാണ് അവർ കാണുന്നത്. ഓക്കെ, അത് ഈ കാൽഷ്യം ബൈൻഡിങ്ങിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത് ഈ ഗാമ കാർബോക്സി ഗ്ലൂട്ടാമേറ്റ് ആണ്. അതും ഒരു അൺകോമൺ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അമിനോ ആസിഡ് ആണ്. ഇനി ഡെസ്മോസിൻ ഉണ്ട്. ഡെസ്മോസിൻ എന്ന് പറയുന്നത് ലൈസിൻ്റെ തന്നെ 4 ലൈസിൻ ഒന്നിച്ച് ചേർന്ന് കിട്ടുന്ന ഒരു ഡെറിവേറ്റീവ് ആണ് ഡെസ്മോസിൻ എന്ന് പറയുന്നത്. അത് ഇലാസ്റ്റിൻ്റെ കമ്പോണൻ്റ് ആണ് ഡെസ്മോസിൻ. ഓക്കെ, ഡെസ്മോസിൻ എന്ന് പറയുന്നത് ലൈസിൻ റെസിഡ്യൂയുടെ ഒരു 4 ലൈസിൻ റെസിഡ്യൂ ഒന്നിച്ച് ചേർന്ന് നമുക്ക് കിട്ടുന്നതാണ് ഡെസ്മോസിൻ. നെക്സ്റ്റ് വൺ ഈ സിസ്റ്റീൻ എന്ന് പറയുന്നത് സിസ്റ്റൈൻ എന്ന് പറയുന്നത് 2 സിസ്റ്റീൻ കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ അത് കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്നതാണ് എന്ത്? സിസ്റ്റീൻ എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റീനിൽ നിന്ന് 2 സിസ്റ്റീൻ ചേർന്നിട്ടാണ് നമുക്ക് സിസ്റ്റൈൻ കിട്ടുന്നത്. അപ്പോൾ 2 സിസ്റ്റീൻ ജോയിൻ ചെയ്തിട്ടാണ് വി ഗെറ്റ് സിസ്റ്റൈൻ. ഇനി അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ അസിറ്റൈൽ ഗ്രൂപ്പ്, മീഥൈൽ ഗ്രൂപ്പ്, ഫോസ്ഫോറൈൽ ഗ്രൂപ്പ്, അതില്ലെങ്കിൽ അഡിനൈൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ADP റൈബോസൈൽ ഗ്രൂപ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ അമിനോ ആസിഡിനകത്തോട്ട് ആഡ് ചെയ്യാറുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? അത് ഫങ്ഷണൽ ആക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനോ കുറയ്ക്കാനോ വേണ്ടിയായിരിക്കും നമ്മൾ ഇങ്ങനത്തെ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അൺകോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിന് കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി ഡി സെറൈനും ഡി അസ്പാർട്ടേറ്റും നമ്മളെ ബ്രെയിൻ ടിഷ്യൂവിൽ കാണാറുണ്ട്. ഡി ആണ് കോമൺലി നമ്മൾ പറയും എല്ലാ അമിനോ ആസിഡ്സ് ആണ് കാണുന്നതെന്നാണ് പറയാം. ബട്ട് ഇത് അൺകോമൺ ആയിട്ടുള്ള ഡി സെറൈനും ഡി അസ്പാർട്ടേറ്റും നമ്മളെ ബ്രെയിൻ ടിഷ്യൂസിൽ കാണാറുണ്ട്. അതേപോലെ ഡി ഗ്ലൂട്ടാമിക് ആസിഡും ഡി അലാനിനും നമ്മൾ ബാക്ടീരിയൽ സെൽ വാളിൽ കാണാറുണ്ട്. ഇനി അടുത്ത അമിനോ ആസിഡ് ആണ് ഓർണിത്തിൻ ആൻഡ് സിട്രുലിൻ. അതെന്ന് പറയുന്നത് പ്രോട്ടീനിൻ്റെ പാർട്ടേ അല്ല, നോൺ പ്രോട്ടീൻ ആണ്. അതായത് പ്രോട്ടീനേഷ്യസ് അല്ല, ഇവർ നോൺ പ്രോട്ടീനേഷ്യസ് ആണ്. ബട്ട് അവർ ആർജിനിൻ ആൻഡ് യൂറിയ സൈക്കിളിൻ്റെ ഇൻറ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നവരാണ് ഓർണിത്തിൻ ആൻഡ് സിട്രുലിൻ. അപ്പം കുറച്ച് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള അൺകോമൺ ആയിട്ടുള്ള നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സിൻ്റെ പേരുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. സിട്രുലിൻ ഉണ്ട്, ഹൈഡ്രോക്സിപ്രോളിൻ, നോർനൂസിൻ വരുന്നുണ്ട്, നൈട്രോ തൈറോസിൻ വരുന്നുണ്ട്, നൈട്രോ ആർജിനിൻ ഉണ്ട്, ഓർണിത്തിൻ ഉണ്ട്, നാഫ്തൈൽ അലാനിൻ ഉണ്ട്, മെത്തിയോണിൻ സൾഫോക്സൈഡ് അല്ലെങ്കിൽ മെത്തിയോണിൻ സൾഫോൺ വരുന്നുണ്ട്. ഇതെല്ലാം അൺകോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്, പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അത് കുറച്ച് നോക്കി വെച്ചാൽ മതി, നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സെക്ഷൻ അല്ല. ബട്ട് ഇത് രണ്ടും ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഡി സെറൈൻ ആൻഡ് ഡി അസ്പാർട്ടേറ്റും ഡി ഗ്ലൂട്ടാമിക് ആസിഡും ഡി അലാനിനും ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, സോ ദീസ് ആർ ദ അൺകോമൺ അമിനോ ആസിഡ്സ്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് അമിനോ ആസിഡിനെ പറ്റി നമുക്കുള്ളത്, അമിനോ ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് അൺകോമൺ ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. വിച്ച് അമിനോ ആസിഡ് ഡസ് നോട്ട് ഹാവ് എ കൈറാൽ സെൻറ്റർ? കൈറാൽ സെൻറ്റർ ഇല്ലാത്ത അമിനോ ആസിഡ് ഏതാണ്? സിമ്പിളായിട്ട് പറയാം, ഗ്ലൈസിൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എന്തുണ്ട്? കൈറാൽ സെൻറ്റർ വരുന്നുണ്ട്, അല്ലെങ്കിൽ കൈറാൽ കാർബൺ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമിനോ ആസിഡ്സ് ആർ enantiomers because they are non-superimposable mirror image. They have the same chemical property. They are always achiral. They do not rotate polarized light. അപ്പം ഇനാൻഷ്യോമേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്നുള്ളതാണ് ഇനാൻഷ്യോമേഴ്സിൻ്റെ മീനിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ്സ് എക്സിബിറ്റ് ദ ഡീകോൺഫിഗറേഷൻ ഇൻ ആൻറ്റിബയോട്ടിക്സ് ആൻഡ് പെപ്റ്റിഡോഗ്ലൈക്കൻ? ഏതിലാണ് ഡീകോൺഫിഗറേഷൻ കാണിക്കുന്നത് കൂടുതലും? എന്താണ്? ഡി അമിനോ ആസിഡ് എന്ന് തന്നെയാണ്. അല്ലാതെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം കാണിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ്സ് ആർ പ്രസന്റ് ഇൻ ആൻറ്റിബയോട്ടിക്സ് ആൻഡ് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് ചോദിക്കാം. ഇറ്റ് ഇസ് കോമൺലി ഡി അമിനോ ആസിഡ്സ് ആണ് ഈ ആൻറ്റിബയോട്ടിക് ആൻഡ് പെപ്റ്റിഡോഗ്ലൈക്കനിൽ വരുന്നത്. എക്സിബിറ്റ്സ് ഇൻ ആൻറ്റിബയോട്ടിക്സ് ആൻഡ് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് ചോദിക്കാം. എക്സിസ്റ്റ് ഇൻ ആൻറ്റിബയോട്ടിക് ആൻഡ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഓക്കെ, നെക്സ്റ്റ് വൺ,
വാട്ട് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ അറ്റോമിക് നമ്പർ ഓഫ് സബ്സ്റ്റുവൻസ് ബോണ്ടഡ് ടു ആൻ അസിമെട്രിക് കാർബൺ? ഏതാണ്? നമ്മൾ ഏത് സിസ്റ്റത്തിന്, മറ്റേ DL സിസ്റ്റത്തിൽ നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒരു റെഫറൻസ് ആറ്റം വെച്ചിട്ടായിരുന്നു. വേറെ അറ്റോമിക് നമ്പർ ബേസ് ചെയ്തിട്ട് ഏതാണ് വരിക? RS സിസ്റ്റമാണ്. RS സിസ്റ്റത്തിൽ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് അമിനോ ആസിഡ്സ് ആർ ടിപ്പിക്കലി ഇൻകോപ്പറേറ്റഡ് ഇൻ ടു പ്രോട്ടീൻസ് ബൈ റൈബോസോംസ്? ഏതാണ്? എല്ലാ അമിനോ ആസിഡ്സ് ആണ് കേട്ടോ. എല്ലാ അമിനോ ആസിഡ്സിനെയാണ് നമ്മൾ കൂടുതലും എന്ത് ചെയ്യുന്ന റൈബോസോമിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന എല്ലാം എന്താണ്? L അമിനോ ആസിഡ്സ് ആണ്. വാട്ട് ഈസ് ദ പ്രയോറിറ്റി ഓർഡർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഇൻ ദ RS സിസ്റ്റം? RS സിസ്റ്റത്തിൽ പ്രയോറിറ്റി എങ്ങനെ വരാം? SH, OH, NH2, COH, CH2OH, CH3H ആ ഒരു ഓർഡറിലായിരിക്കും വരിക. ഓക്കെ. Amino acids are soluble in non-polar solvents, polar solvents, all solvents, none of the above. Amino acid എന്താണ്? പോളാർ നേച്ചർ ആയതുകൊണ്ട് തന്നെ ദേ ഡിസോൾവ്സ് ഇൻ പോളാർ സോൾവെൻറ്റ്സ്. പോളാർ സോൾവെൻറ്റ്സിലാണ് ഡിസോൾവ് ചെയ്യുന്നത്. ഓർക്കണം, നമ്മൾ നോൺ പോളാർ അലിഫാറ്റിക് എന്നൊക്കെ പറയുന്നത് സൈഡ് ചെയിനെ ബേസ് ചെയ്തിട്ടാണ്. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ അമിനോ ആസിഡും എന്ത് തന്നെയാണ്? പോളാർ ആണ്, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്. ഓക്കെ. നെക്സ്റ്റ് വൺ, വിച്ച് അമിനോ ആസിഡ്സ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഇതിലേതാണ്? ഓൾ എക്സെപ്റ്റ് ഗ്ലൈസിൻ, ഒല്ലി ഗ്ലൈസിൻ, ഓൾ എക്സെപ്റ്റ് തൈറോസിൻ, ഓൾ അമിനോ ആസിഡ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളത് ഓൾ എക്സെപ്റ്റ് ഗ്ലൈസിൻ ആണ്. ബിക്കോസ് ഗ്ലൈസിൻ എന്തില്ല? കൈറാൽ കാർബൺ ഇല്ല. കൈറാൽ കാർബൺ ആർക്കില്ല? ഗ്ലൈസിന് ഇല്ല. കൈറാൽ സെൻറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഗ്ലൈസിൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലാത്തത്. വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ ആൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ദാറ്റ് റൊട്ടേറ്റ്സ് ലൈറ്റ് ക്ലോക്ക് വൈസ്? ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ലിവോ റൊട്ടേറ്ററി റെക്സ്ട്രോ റെസിമിക് അക്കൈറാൽ എന്താ വിളിക്കുക? ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. സ്മോൾ d അല്ലെങ്കിൽ പോസിറ്റീവ് വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും. ആൻറ്റി ക്ലോക്ക് ആണെങ്കിൽ അത് ലീവോ ആണ്, L അല്ലെങ്കിൽ മൈനസ്. ഓക്കെ. വാട്ട് ഹാപ്പൻസ് ടു ദ അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് ഓഫ് അമിനോ ആസിഡ് അറ്റ് ഫിസിയോളജിക്കൽ pH? ഫിസിയോളജിക്കൽ pHൽ അമിനോ ഗ്രൂപ്പിന് എന്ത് സംഭവിക്കും? അതേപോലെ കാർബോക്സിൽ ഗ്രൂപ്പിന് എന്ത് സംഭവിക്കും? അമിനോ ഗ്രൂപ്പ് എന്താ? ഫിസിയോളജിക്കൽ pHൽ അവരെന്തായിരിക്കും? അമിനോ ഗ്രൂപ്പ് പ്രോട്ടോണേറ്റഡ് ആയിരിക്കും, കാർബോക്സിൽ ഗ്രൂപ്പ് ഡീപ്രോട്ടോണേറ്റഡ് ആയിരിക്കും. അപ്പോൾ അമിനോ ഗ്രൂപ്പ് പ്ലസ് സൈൻ, അതായത് പ്രോട്ടോൺസിനെ വാങ്ങിച്ചിട്ടുള്ളതാണ്, അതിനാണ് പ്രോട്ടോണേറ്റഡ് എന്ന് പറയുന്നത്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്തായിരിക്കും? ഡീപ്രോട്ടോണേറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കും. ഓക്കെ. അപ്പം NH3 ഈസ് പ്രോട്ടോണേറ്റഡ് ആൻഡ് COOH മൈനസ് ഈസ് ഡീപ്രോട്ടോണേറ്റഡ് ആണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? അമിനോ ഗ്രൂപ്പ് ഈസ് പ്രോട്ടോണേറ്റഡ്, കാർബോക്സിൽ ഗ്രൂപ്പ് ഈസ് ഡീപ്രോട്ടോണേറ്റഡ്. ഓക്കെ, അറ്റ് ഫിസിയോളജിക്കൽ pH. അല്ലെങ്കിൽ ഇതിനെ നേരെ തിരിച്ച് വേറൊരു രീതിയിൽ ചോദിക്കാം, അറ്റ് ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്നും ചോദിക്കാം. ഐസോ ഇലക്ട്രിക് പോയിന്റിലെന്ന് ചോദിക്കാം. ഓക്കെ, ഐസോ ഇലക്ട്രിക് പോയിന്റ് അല്ലെങ്കിൽ ഐസോ ഇലക്ട്രിക് pH എന്ന് ചോദിക്കാം. അവിടെയും ഇതേ സെയിം കാര്യം തന്നെയാണ് വരുന്നത്. ഓക്കെ. ദ സ്വിറ്റർ അയോണിക് ഫോം ഓഫ് ആൻ അമിനോ ആസിഡ് ഹാസ് നോ ചാർജ്, എ നെറ്റ് പോസിറ്റീവ് ചാർജ്, എ നെറ്റ് നെഗറ്റീവ് ചാർജ്, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. എന്താ പറയാ? ഇറ്റ് ഹാസ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. അല്ലെങ്കിൽ ഇത് എന്ത് പറയണം? നോ നെറ്റ് ചാർജ് എന്നായിരുന്നെങ്കിൽ നമുക്ക് ഇതായിരുന്നു ആൻസർ കൊടുക്കാവുന്നത്. നോ നെറ്റ് ചാർജ്, കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ടോട്ടൽ എടുക്കുമ്പോൾ ചാർജ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നോ ചാർജ് അല്ല. ഓക്കെ. അപ്പോൾ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ദ ഐസോഇലക്ട്രിക് pH of an amino acid is dash. The pH at which the amino acid has a net positive charge, the pH at which the amino acid has a net negative charge, the pH at which the amino acid is electrically neutral, the pH at which the amino acid is optically active. ഏതാണ് ഐസോഇലക്ട്രിക് പോയിന്റ് എന്ന് പറയുമ്പോൾ? എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന സമയത്തുള്ള pHനെയാണ് ഐസോഇലക്ട്രിക് pH എന്ന് വിളിക്കുക. പോസിറ്റീവ് ആവുന്ന എപ്പോഴാണ്? pH ലെസ് ദാൻ ഐസോഇലക്ട്രിക് പോയിന്റ് ആകുമ്പോഴാണ്. നെഗറ്റീവ് ആവുന്ന എപ്പോഴാണ്? pH ഗ്രേറ്റർ ദാൻ ഐസോഇലക്ട്രിക് പോയിന്റിലാണ്. ഓക്കെ, pH ഗ്രേറ്റർ ദാൻ ഐസോഇലക്ട്രിക് പോയിന്റിലാണ് നെഗറ്റീവ് ആയിട്ടിരിക്കുന്നത്. pH ലെസ് ദാൻ ഐസോഇലക്ട്രിക് പോയിന്റിൽ അവർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? ദ റിയാക്ഷൻ ഓഫ് അമിനോ ആസിഡ് വിത്ത് ആൽക്കഹോൾ റിസൾട്ട്സ് ഇൻ ഡാഷ്. ആൽക്കഹോളുമായിട്ട് അമിനോ ആസിഡ് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? അമൈൻസ്, എസ്റ്റേഴ്സ്, പെപ്റ്റൈഡ്സ്. ഇറ്റ് ഗിവ്സ് എസ്റ്റേഴ്സ് ആണ് തരിക. ആസിഡും ആൽക്കഹോളും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എസ്റ്റേഴ്സ്. വിച്ച് അമിനോ ആസിഡ് അണ്ടർഗോ ഡീകാർബോക്സിലേഷൻ ടു ഫോം ഹിസ്റ്റമിൻ?
ഹിസ്റ്റമിൻ കിട്ടാൻ ഏതാണ് അണ്ടർഗോ ചെയ്യുന്നത്? ഡികാർബോക്സിലേഷൻ അണ്ടർഗോ ചെയ്യുന്നത് ഏതാണ്? ലൈസിൻ, തൈറോസിൻ, ഹിസ്റ്റഡിൻ, ഗ്ലൂട്ടാമിൻ. ഹിസ്റ്റഡിൻ ആണ്. ഹിസ്റ്റഡിൻ ഡികാർബോക്സിലേറ്റ് ചെയ്തിട്ടാണ് ഹിസ്റ്റമിൻ ഫോം ചെയ്യുന്നത്. തൈറോസിൻ ഡികാർബോക്സിലേറ്റ് ചെയ്തിട്ട് തൈറമിൻ ഫോം ചെയ്യും. ഓക്കെ. What complex is responsible for the deep blue color in the ninhydrin test? Ninhydrin ടെസ്റ്റിൽ ആ ഡീപ് ബ്ലൂ കളറിന് ഏതാണ് കാരണം? റൊമാൻസ് കോംപ്ലക്സ്, ഹൈഡ്രിൻ ഡാറ്റിൻ, നിൻഹൈഡ്രിൻ ഇറ്റ്സെൽഫ്, പ്രോലിൻ കോംപ്ലക്സ്. ഏതാണ്? റൊമാൻസ് കോംപ്ലക്സ് ആണ്. ഡൈക്കീറ്റോ ആണ് വരുന്നത്. ഓക്കെ. വെറസ് ഹൈഡ്രിൻ ഡാറ്റിൻ എന്താണ് ചെയ്യുക? അത് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് അമോണിയ ഒന്നും കൂടെ നിൻഹൈഡ്രിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഈ റൊമാൻസ് കോംപ്ലക്സ് നമുക്ക് കിട്ടുന്നത്. പ്രോളിൻ ആകുമ്പോൾ ഒരു യെല്ലോ കളറാണ് കിട്ടുന്നത്. ഓക്കെ. വിച്ച് അമിനോ ആസിഡ് റിസൾട്ട് ഇൻ ദ യെല്ലോ കോംപ്ലക്സ് ഡ്യൂറിങ് ദ നിൻഹൈഡ്രിൻ ടെസ്റ്റ്? നിൻഹൈഡ്രിൻ ടെസ്റ്റിൽ ആ ഒരു യെല്ലോ കളർ തരുന്നത് ആരാണ്? അലാനിൻ, ഗ്ലൈസിൻ, പ്രോളിൻ, അസ്പരാജിൻ. പ്രോളിൻ ആണ് കേട്ടോ യെല്ലോ കോംപ്ലക്സ് അല്ലെങ്കിൽ യെല്ലോ കളർ തരുന്നത് പ്രോളിൻ ആണ്. Amino acids are amphoteric because they contain both amine and carboxyl group. They act as only acid. They have chiral center. They are non-polar. എന്തുകൊണ്ടാണ് ആംഫോട്ടറിക് എന്ന് പറയുന്നത്? ബിക്കോസ് ആംഫോട്ടറിക്കിൻ്റെ കറക്റ്റ് ആൻസർ ദേ ക്യാൻ ആക്ട് ആസ് ബോത്ത് ആസിഡ് ആൻഡ് ബേസ് എന്നാണ്. അതിന് കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് ആണ്. സോ ആംഫോട്ടറിക്കിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദേ ക്യാൻ ആക്ട് ആസ് ബോത്ത് ആസിഡ് ആൻഡ് ബേസ് എന്നാണ്. അതിന് കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് അമൈൻ ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ് ആണ് കേട്ടോ. അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്. ഓക്കെ. അമിനോ ഗ്രൂപ്പ്. Transamination involves the transfer of an amino acid, amino group to a keto acid, carboxyl group to an alcohol, an amino group to another amino acid, hydroxyl group to a keto acid. എന്താ സംഭവിക്കുക? ട്രാൻസമിനേഷനിൽ ട്രാൻസ്ഫർ ഓഫ് അമിനോ ഗ്രൂപ്പ് ടു കീറ്റോ ആസിഡ് ആണ്. അമിനോ ഗ്രൂപ്പിനെ കീറ്റോ ആസിഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ. വിച്ച് അമിനോ ആസിഡ് ആർ ഫൗണ്ട് ഇൻ ദ ബ്രെയിൻ? ബ്രെയിനിൽ കാണുന്ന അമിനോ ആസിഡ് ഇതിലേതാണ്? D glutamic acid and D alanine, D serine and aspartate, lysine and L aspartate, L glutamic acid and L alanine. ഏതാണ് വരിക? ഡി സെറൈൻ ആൻഡ് ഡി അസ്പാർട്ടേറ്റ് ആണ് ബ്രെയിൻ സെല്ലിൽ കാണുന്ന അല്ലെങ്കിൽ ബ്രെയിൻ ടിഷ്യൂവിൽ കാണുന്ന അമിനോ ആസിഡ്. ഓക്കെ. Ornithine and citrulline are intermediate in the biosynthesis of lysine, proline, arginine, glutamin. ആരെയാണ്? ആർജിനിൻ്റെ ബയോസിന്തസിസിലാണ് ഇവർ രണ്ടുപേരും ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ യൂറിയ സൈക്കിളിലും ആര് ഇൻ്റർമീഡിയറ്റ് ആണ്? ഒർണിത്തിൻ ആൻഡ് സിട്രുലിൻ ഇൻ്റർമീഡിയറ്റ് ആണ് യൂറിയ സൈക്കിളിലും. ഓക്കെ. വിച്ച് അൺകോമൺ അമിനോ ആസിഡ് ഈസ് ഫൗണ്ട് ഇൻ പ്രോത്രോംബിൻ? പ്രോത്രോംബിനിൽ കാണുന്ന അൺകോമൺ അമിനോ ആസിഡ് ഏതാണ്? സിസ്റ്റൈൻ, ഗാമ കാർബോക്സി ഗ്ലൂട്ടാമേറ്റ്, ഹൈഡ്രോക്സി പ്രോളിൻ, ഓർണിത്തിൻ. ഏതാണ്? ഗാമ കാർബോക്സി ഗ്ലൂട്ടാമേറ്റ് ആണ് നമ്മൾ പ്രോത്രോംബിനകത്ത് ബ്ലഡ് ക്ലോട്ടിങ്ങിൽ വരുന്ന പ്രോട്ടീനായിട്ടുള്ള പ്രോത്രോംബിനിൽ വരുന്നത്. ദ നിൻഹൈഡ്രിൻ ടെസ്റ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് കാർബോക്സിലിക് ആസിഡ്, അമൈൻസ് ഓർ ആൽഫ അമിനോ ആസിഡ്, ആൽഡിഹൈഡ്, ആൽക്കഹോൾ. ഏതാണ്? ഇറ്റ് ഈസ് അമൈൻസ് ആൻഡ് ആൽഫ അമിനോ ആസിഡിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക? നിൻഹൈഡ്രിൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. വാട്ട് ഈസ് ദ മെയിൻ പ്രോഡക്റ്റ് ഓഫ് ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ? ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ്റെ മെയിൻ പ്രോഡക്റ്റ് എന്താണ്? ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ ആണ്. അമോണിയ, ആൽക്കഹോൾ, ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? അമിനോയിന്ന് ഈ അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ എന്ത് കയറാണ്? ഓക്സിജൻ കയറാണ്. ഇത് എന്തായിട്ട് റിമൂവ് ആവും? അമോണിയ ആയിട്ട് റിമൂവ് ആവും. സോ അമോണിയാണ് അവിടെ റിമൂവ് ആവുന്നത്. മെയിൻ പ്രോഡക്റ്റ് അമോണിയാണ്. Which of the following is not an unusual amino acid? ഇതിൽ ഏതല്ല അൺയൂഷ്വൽ അമിനോ ആസിഡ് അല്ലാത്തത്? ഓർണിത്തിൻ, സിട്രുലിൻ, 3-nitrothyrosin, ഗ്ലൂട്ടാമിൻ അല്ലേ? ഗ്ലൂട്ടാമിൻ ഒരു സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ആണ്. Cystine is formed by the combination of 2 thyrosin molecule, 2 lysine molecule, 2 glycine molecule, 2 cysteine molecule. Cysteine molecules combine ചെയ്തിട്ടാണ് നമുക്ക് സിസ്റ്റൈൻ കിട്ടുന്നത്. Next one, the melting point of amino acid is generally below 100 degrees Celsius, around 150 degrees Celsius, above 200 degrees Celsius, 300 degrees Celsius. എത്രയാണ്? It is above 200 degrees Celsius ആണ്. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അമിനോ ആസിഡ് എന്താണ്? above 200 degree Celsius ആണ്.
Which of the following amino acid gives a brown complex in the ninhydrin test? Brown complex തരുന്നത് ഇതിൽ ഏതാണ്? asparagine, proline, histidine, lysine. asparagine ആണ് ബ്രൗൺ തരുന്നത്. proline ഏതാണ്? യെല്ലോ കളറാണ് തരുന്നത്. ബാക്കി എല്ലാവരും ഡീപ് ബ്ലൂ കളറാണ് തരുന്നത്. ഡീപ് ബ്ലൂ കളർ. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കണേ. ഇപ്പോൾ ബ്രൗൺ കളർ തരുന്നത് asparagine, proline തരുന്നത് യെല്ലോ കളറാണ്. ബാക്കി എല്ലാവരും ഡീപ് ബ്ലൂ കളറാണ് നിൻഹൈഡ്രിൻ ടെസ്റ്റിൽ തരുന്നത്. The amino acid tyrosine undergo decarboxylation to form dash. ഏതാണ് തരാം? തൈറസിൻ അണ്ടർഗോ ചെയ്തിട്ട് ഡീകാർബോക്സിലേഷൻ അണ്ടർഗോ ചെയ്തിട്ട് തരുന്നത് ഏതാണ്? ഹിസ്റ്റമിൻ, തൈറമിൻ, കെഡാവറിൻ, അമോണിയം. ഇറ്റ് ഈസ് തൈറമിൻ. തൈറമിൻ ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പം ഡീകാർബോക്സിലേഷൻ തൈറോസിൻ ഗിവ്സ് തൈറമിൻ. ഡെസ്മോസിൻ ഇസ് എ ഡെറിവേറ്റീവ് ഓഫ് ഹൗ മെനി ലൈസിൻ റെസിഡ്യൂ? എത്ര ലൈസിൻ റെസിഡ്യൂവിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഡെസ്മോസിൻ? എത്രയാണ്? 4 ലൈസിൻ റെസിഡ്യൂവിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? ഡെസ്മോസിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഇതിൽ ഏതാണ്? ഗ്ലൈസിൻ ഇസ് ദ only amino acid without a chiral center. All amino acid incorporated into protein by ribosomes are in the D configuration. The RS system ranks substituents based on their molecular weight. Okay, ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലൈസിൻ ഇസ് ദ only amino acid with chiral center. Without chiral center, അത് കറക്റ്റ് ആണ്. All amino acid incorporated into protein by ribosomal are in L configuration ആണ്. So this is wrong. The RS system ranks substituents based on their molecular weight. No, it is atomic number base ചെയ്തിട്ടാണ് വരുന്നത്. So this is also wrong. അപ്പോൾ 2 and 3 ആണ് wrong ആയിട്ടുള്ള statement. Okay. Which of the following statement is or are correct? Correct ആയിട്ടുള്ളത് ഇതിൽ ഏതാണ്? Amino acids are soluble in non-polar solvents like hexane. All amino acids except glycine are optically active. An optically active compound that rotates polarized light counterclockwise is called a levorotatory. ഇതിൽ കറക്റ്റ് ഏതാണെന്നാണ്. അമിനോ ആസിഡ്സ് ആർ സോളുബിൾ ഇൻ നോൺ പോളാർ സോൾവെൻറ്റ്സ്. റോങ് ആണല്ലേ. പോളാർ സോൾവെൻറ്റ്സിലാണ് സോളുബിൾ ആയിട്ടുള്ളത്. ഓൾ അമിനോ ആസിഡ് എക്സെപ്റ്റ് ഗ്ലൈസിൻ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. അത് കറക്റ്റ് ആണ്. ആൻഡ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് ദാറ്റ് റൊട്ടേറ്റ് പോളറൈസ്ഡ് ലൈറ്റ് കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്, കൗണ്ടർ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ലിവോറോട്ടറേറ്ററി എന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾസോ റൈറ്റ്. അപ്പം 2ഉം 3ഉം കറക്റ്റ് ആണ്. 2ഉം 3ഉം ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? At physiological pH, amino acid exist predominantly in their zwitterionic form. And the isoelectric point is the pH at which the amino acid carries a net positive charge. In the ninhydrin test, a deep blue color indicates the presence of alpha amino acid. അപ്പോൾ നോക്കിയാൽ അറ്റ് ഫിസിയോളജിക്കൽ പി എച്ച് അമിനോ ആസിഡ് zwitterionic ഫോമിലാണ് കൂടുതലും കാണുന്നത്. കറക്റ്റ് ആണ്. ഇത് ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്ന് പറയുന്നത് ദ പി എച്ച് അമിനോ ആസിഡ് ക്യാരീസ് എ നെറ്റ് പോസിറ്റീവ് ചാർജ്. തെറ്റാണ്. അവിടെ എന്താണ്? നോ നെറ്റ് ചാർജ് ആണ്. നോ നെറ്റ് ചാർജ് ആണ് വരുന്നത്. ചാർജ് വരില്ല. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഉണ്ട്, ബട്ട് ഈക്വൽ ആയതുകൊണ്ട് രണ്ടും ഉള്ളതുകൊണ്ട് അത് നോ നെറ്റ് ചാർജ് എന്ന് പറയാം. നിൻഹൈഡ്രിൻ ടെസ്റ്റ് വഴി നമുക്ക് ഡീപ് ബ്ലൂ കളറാണ് കിട്ടുന്നത്, വിച്ച് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ആൽഫ അമിനോ ആസിഡ്. സോ അത് ശരിയാണ്. അപ്പോൾ 1 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? Amino acids can act as both acid and bases, making them amphoteric. Proline forms a yellow complex in the ninhydrin test. The process of decarboxylation of amino acid result in the formation of peptide. അപ്പോൾ ഇതിൽ ഏതാണ് ഇൻകറക്റ്റ്? ഇപ്പോൾ അമിനോ ആസിഡിന് ആസിഡും ബേസും ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് അതിനെ നമ്മൾ ആംഫോടെറിക് എന്ന് പറയും. പ്രോളിൻ ഫോംസ് എ യെല്ലോ കോംപ്ലക്സ്, അത് കറക്റ്റ് ആണ്. പ്രസൻസ് ഓഫ് ഡീകാർബോക്സിലേഷൻ, പ്രോസസ് ഓഫ് ഡീകാർബോക്സിലേഷൻ ഓഫ് അമിനോ ആസിഡ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ആണോ? അല്ല. അവിടെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യാണ്, എന്നിട്ട് എന്ത് ഫോം ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിമൂവൽ ആണ് അവിടെ സംഭവിക്കുക. പ്രോസസ് ഓഫ് ഡീകാർബോക്സിലേഷൻ ഓഫ് അമോണിയ. അമിനോ ആസിഡ് ഡീകാർബോക്സിലേറ്റ് ചെയ്തിട്ട് അവിടെ എന്താണ് ഫോം ചെയ്യുക? അമൈൻ ഫോം ചെയ്യും. അതായത് ഹിസ്റ്റഡിൻ ഹിസ്റ്റമൈനായിട്ട് മാറും. ഓക്കെ, സോ ഇത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ചെയ്താണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ തേർഡ് വൺ ആണ് ഇൻകറക്റ്റ്, only 3. Okay. Next question, which of the following statement is or are correct?
കറക്റ്റ് ആയിട്ടുള്ളത് ഇതിലേത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? Ornithine and citrulline are amino acid found in protein. Cysteine is formed by the combination of two cysteine molecule. 6N-methyl lysine is found in collagen, a fibrous protein. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഓർണിത്തിൻ ആൻഡ് സിട്രുലിൻ പ്രോട്ടീനിലുള്ളതല്ല. സിസ്റ്റൈൻ ഫോം ചെയ്യുന്നത് സിസ്റ്റീനിൽ നിന്നാണ്. 6N-methyl lysine എന്തിനകത്തല്ല വരുന്നത്? കൊളാജനിലല്ല കാണുന്നത്. സോ 2 മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അത്രയാണ് അമിനോ ആസിഡ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കി, പിന്നെ എന്ത് നോക്കി? ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് അൺകോമൺ അമിനോ ആസിഡ്. അതിൽ പ്രോപ്പർട്ടീസ് പഠിക്കുന്ന സമയത്ത് ആ നിൻഹൈഡ്രിൻ ടെസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് നോക്കി വെച്ചോളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിൻഹൈഡ്രിൻ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നോക്കി വെച്ചേക്കാം. എന്താണ് തരുന്നതെന്ന്, കളർ ഏതാണ് തരുന്നതെന്നുള്ളത് നോക്കി വെച്ചാൽ മതി. പിന്നെ ഒപ്റ്റിക്കൽ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ്, അമിനോ ആസിഡിൻ്റെ പ്രോപ്പർട്ടീസിൽ ഇത് ഇത്രയും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടോപ്പിക്ക് ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു എവരിവൺ.